Hi, hello, good evening everyone. So, നമ്മൾ എന്താണ് NMMSന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് നമ്മൾ എക്സാം എന്താണ് നമ്മൾ 9th ലേക്ക് വരെ നീട്ടിയിട്ടുണ്ട് അല്ലേ ആദ്യം November 16th ആണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് December 9th വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ കിട്ടിയ സമയം എന്താണ് കുറച്ചും കൂടി സമയം കിട്ടിയത് അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലേ നമ്മൾ എന്താണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യുക തന്നെ ചെയ്യണം ഓക്കെ സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ബയോളജിയുടെ ടോപ്പിക്സുമായിട്ടാണ് ബയോളജി ടോപ്പിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ആണ് മിസ്സിന് എടുക്കാൻ പോകുന്നത് ഓക്കെ സോ അതിന് മുമ്പ് ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സും നോട്ട്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആകും അപ്പോൾ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സും PDF ഒക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ജൈവ വൈവിധ്യം ഓക്കെ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ ടോപ്പിക്കാണ് ഇവിടെ എല്ലാവരും വന്ന് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട് സൈന ദേവ് ഗുഡ് ഈവനിങ് മിസ് ഗുഡ് ഈവനിങ് സൈന എക്സസ് റൈസിങ് ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് കീർത്തന ഗുഡ് ഈവനിങ് ഓക്കെ എല്ലാവരും ഹായ് ആൻഡ് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് മിസ് രശ്മി എനിക്കൊരു ഹാർട്ട് 3 റെഡ് ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോഴത്തേക്കും നമുക്ക് എന്താണ് ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ റെഡിയാണെങ്കിൽ കുറച്ച് തംസ് ഒക്കെ ഇട്ടേ ഓക്കെ വാട്ട് ഈസ് യുവർ നെയിം രശ്മി PS മൈ നെയിം ഈസ് അമല എൻ്റെ പേര് അമല എന്നാണ് കേട്ടോ അമല എന്നാണ് എൻ്റെ പേര് ഓക്കെ സോ നിങ്ങൾ റെഡിയാണോ ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ റെഡിയാണോ ആണെങ്കിൽ കുറച്ച് തംസ് ഇട്ടേ നമ്മൾ ആദ്യം എന്താണ് കുറച്ച് തിയറി പോർഷൻസ് നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും ഓക്കെ എല്ലാവരും ചോദിക്കുന്നു വാട്ട് ഈസ് യുവർ നെയിം ഫാത്തിമ റിഫ മൈ നെയിം ഈസ് അമല എൻ്റെ പേര് അമല എന്നാണ് കേട്ടോ അമല എന്നാണ് ബയോളജിയാണ് മിസ് എടുക്കുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ NMMSന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ബയോഡൈവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് എല്ലാവരും തംസ് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ബയോഡൈവേഴ്സിറ്റി പഠിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ ജൈവ വൈവിധ്യം അതായത് നമ്മുടെ പ്രകൃതിയിൽ അല്ലേ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ പ്രകൃതിയിൽ കുറേ ടൈപ്പ് എന്താണ് ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു വെറൈറ്റീസിനെ ആ ഒരു പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ വെറൈറ്റീസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ആ ഒരു ഡൈവേഴ്സിറ്റീനെയാണ് അല്ലെങ്കിൽ ആ ഒരു വൈവിധ്യത്തെ പലതരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഹായ് അമല മിസ് ഗുഡ് ഈവനിങ് ഋഷ ഓക്കെ ഗുഡ് ഈവനിങ് ഋഷ ഓക്കെ ദെൻ അപ്പം ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പ്രകൃതിയിലുള്ള എന്താ സംഭവം നമ്മുടെ പ്രകൃതിയിലുള്ള എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെ പലതരത്തിലുള്ള ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിനെയാണ് എന്ത് പറയുന്നത് ആ ഒരു വെറൈറ്റീസിനെ ഒരുപാട് വെറൈറ്റീസിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഓക്കെ ദെൻ പലതരം സസ്യങ്ങളും ജന്തുക്കളും നമ്മുടെ ജീവലോകത്തുണ്ട് അല്ലേ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ പ്രകൃതിയിലുള്ള പലതരത്തിലുള്ള സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ആ വെറൈറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോഴത്തേക്കും നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് സംരക്ഷിക്കാനായിട്ട് നമ്മുടെ പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരുണ്ടോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ ഇതിൻ്റെ ഒരു നാളെ മിസ്സല്ല കേട്ടോ മിസ്സിന് ഇനി ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് മിസ് ആ ഒരു ക്ലാസ്സിലായിരിക്കും വരിക ഓക്കെ അപ്പം എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം നമ്മളും അതിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക പിന്നെ ഭൂമിയിൽ ജീവൻ കാണുകയല്ല അല്ലേ അപ്പോൾ ഭൂമിയിൽ ജീവൻ എന്താണ് നല്ല രീതിക്ക് നമ്മുടെ പ്രകൃതിയൊക്കെ പോകണം പൊല്യൂഷനും എന്താണ് ഒന്നും ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ നമ്മൾ സംരക്ഷിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ ബയോഡൈവേഴ്സിറ്റീനെ സംരക്ഷിക്കാനായിട്ട് അല്ലേ നമ്മുടെ ഗവൺമെൻറ് അതുപോലെ തന്നെ കുറേ ഓർഗനൈസേഷൻസ് ഒക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്താണ്
സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, കൺസേർവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മളിന്ന് നോക്കും. അതുകൂടാതെ കുറച്ച് വാക്കുകൾ, കുറച്ച് ടേംസ്, പേരുകൾ നമ്മൾ പഠിക്കും. ഈ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ആദ്യത്തേതാണ് വൾനറബിൾ സ്പീഷീസ്. വൾനറബിൾ സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്? ദുർബലമായ ഇനം. ഓക്കെ, ദുർബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അവരെന്താണ്? വീക്കാണ്. ഓക്കെ, വീക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം വൾനറബിൾ സ്പീഷീസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ സ്പീഷീസ് ഹൂസ് പോപ്പുലേഷൻ ഹാസ് ഡിക്ലൈൻഡ് ടു ലെവൽസ്. എന്താണ്? പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൾനറബിൾ സ്പീഷീസിൻ്റെ. Okay, these are species whose population has declined to levels from where it is likely to move into endangered. നമുക്കറിയാം, നിങ്ങൾക്കറിയാവോ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്താണെന്ന് അറിയാവോ? എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്ന് വെച്ചാൽ വംശനാശം സംഭവിച്ച ജീവികളാണ്. ഓക്കെ, അതായത് ഒരു സമയത്ത് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു, ഇപ്പോൾ അവരെന്താണ്? നമ്മുടെ ഭൂമിയിലില്ല, ഇനി ഒട്ട് ജീവിക്കാനും പോണില്ല. നമ്മുടെ ദിനോസറുകളൊക്കെ. ഓക്കെ, ദിനോസറൊക്കെ എന്താണ്? ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്, പക്ഷെ അവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചുപോയി, അവർ പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഇപ്പോൾ എന്താണ്? ദിനോസറുകളിൽ നമ്മുടെ നാട്ടിലില്ല, ഭൂമിയിലില്ല, നാട്ടിലെന്നല്ല ഭൂമിയിലേ ഇല്ല. ഓക്കെ, സോ എന്താണ്? വംശം എന്താണ്? നശിച്ചു പോയ ഓർഗാനിസത്തെയാണ് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. അവരിനി ഭൂമിയിലില്ല. ഓക്കെ, സോ എന്തായിരിക്കും എൻഡേഞ്ചേർഡ് സ്പീഷീസ്? എന്താണ്? ഈ വംശനാശം. ഇപ്പോൾ അവർ ഭൂമിയിലുണ്ട്, കുറച്ച് പേരൊക്കെ ഭൂമിയിലുണ്ട്, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അവരും നശിച്ചു പോകും. ഓക്കെ, സോ എന്താണ്? വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളാണെന്ത്? എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ വൾനറബിൾ സ്പീഷീസ് എന്താണ്? ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആകാൻ സാധ്യതയുള്ള ജീവികളാണ്. ഓക്കെ, അതായത് കാലക്രമേണ അവർക്കും എന്ത് സംഭവിക്കാം? നാശം സംഭവിക്കാം. ഓക്കെ, അങ്ങനെയുള്ള സ്പീഷീസുകളാണ് ദുർബലമായ സ്പീഷീസുകൾ, അല്ലെങ്കിൽ എന്താണ്? വൾനറബിൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ബ്ലൂ ഷിപ്പ്, ഏഷ്യാറ്റിക് എലഫന്റ്, ഗാംഗറ്റിക് ഡോൾഫിൻ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? എക്സാമ്പിളുകൾ. നിങ്ങൾ എക്സാമ്പിളും നോക്കിക്കേ. ദുർബലമായ ഇനം, ജനസംഖ്യ കുറഞ്ഞ ജീവിവർഗങ്ങളാണിവ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ? വംശനാശ ഭീഷണി നേരിടുക എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അവർ ഫ്യൂച്ചറിൽ എന്താണ്? ഭാവിയിൽ അവർ എക്സ്റ്റിങ്ക്റ്റ് ആകാം, അവർ നശിച്ചു പോകാം, എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് നശിച്ചു പോകാം. ഓക്കെ, ഉദാഹരണം നീല ആടുകൾ, ഏഷ്യാറ്റിക് ആന, ഗംഗാ ഡോൾഫിൻ. ഓക്കെ, എക്സാമ്പിളുകൾ നോക്കി വെക്കുക. ഓക്കെ, എല്ലാവരും അതിൻ്റെ കമൻറ്റ് ഇടുന്നുണ്ട്, ഓപ്ഷനൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. അടുത്തതാണ് എൻഡമിക് സ്പീഷീസ്. എന്താണ് എൻഡമിക് സ്പീഷീസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എൻഡമിക് സ്പീഷീസ് എന്താണെന്ന്. എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് ആ ഒരു സ്പീഷീസ് അത് ആ ഒരു പർട്ടിക്കുലർ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എവിടെയാണ്? ഓസ്ട്രേലിയയിൽ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഭൂമിയിൽ എവിടെയും അവരെ കാണത്തില്ല. ഓക്കെ, അത് അന്ന് പറഞ്ഞതുപോലെ എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ അവരെ കാണത്തുള്ളൂ, വേറെ ഭൂമിയിൽ ലോകത്തെവിടെയും അവരെ കാണുകയില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറയും? അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. മലയാളത്തിലും എൻഡമിക് സ്പീഷീസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. ദീസ് ആർ endemic species. These are species which occur only in restricted area. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? അവരുടെ വ്യാപനം, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്, ചുരുക്കപ്പെട്ടതാണ് അല്ലേ? ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് അവരുടെ നാളെ മോഡൽ എക്സാം ഉണ്ടോ മിസ്? നാളെ മോഡൽ എക്സാം ഉണ്ട് കേട്ടോ. ബ്രില്യൻറ്റിൽ വന്നാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതാം. രാവിലെ 10 മണിക്ക് എത്തിയാൽ മതി. രാവിലെ ക്ലാസ് എടുത്ത് കൊടുക്കും. ഇവിടെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എന്താണ്? രാവിലെ ക്ലാസ് എടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ ഇവിടെ മോക്ക് എക്സാം ഉണ്ട്. ഓക്കെ, ഇവിടെ മാത്രമല്ല, പാലായിൽ മാത്രമല്ല, ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും, നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും നിങ്ങൾക്ക് പോയി ഫ്രീ ആയിട്ട് എക്സാം എഴുതാം കേട്ടോ. എക്സാം ഉണ്ട് 2 തൊട്ട് 5 വരെ. നാളെ എക്സാം ഉണ്ട്. മോഡൽ എക്സാം എഴുതാൻ വരുമ്പോൾ മിസ്സിനെ കാണുവാണെങ്കിൽ വന്ന് സംസാരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ
These are species which occur only in restricted areas, usually isolated by natural or geographical barriers. അവരെങ്ങനെയാണ് ആ ഒരു പ്രത്യേക നാട്ടിൽ ചുരുക്കപ്പെട്ട് പോയത്? എങ്ങനെയാണ്? എന്തോ ബാരിയേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം. ഇപ്പം എന്താ ഒരു തടസ്സം എന്ന് വെച്ചാൽ വലിയൊരു മലയാകാം, വലിയൊരു പർവ്വതമാകാം, അല്ലെങ്കിൽ ഒരു കടലാകാം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ബാരിയേഴ്സ്, എന്താണ്? തടസ്സങ്ങളായി വന്നതുകൊണ്ട് അവർക്ക് വേറെ നാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ആ ഒരു പ്രത്യേക നാട്ടിൽ എന്തായി? ചുരുക്കപ്പെട്ടു. അങ്ങനെയുള്ള, അതായത് ഒരു നാട്ടിൽ മാത്രമേ, ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവരെ കാണത്തുള്ളൂ. ലോകത്ത് വേറെ എവിടെയും ആരെ കാണില്ല? ഈ എൻഡമിക് സ്പീഷീസിനെ കാണത്തില്ല. ഓക്കെ, സോ അതാണ് എൻഡമിക് സ്പീഷീസ്. എക്സാമ്പിൾ എന്താണ്? ആൻഡമാൻ നിക്കോബാർ പീജിയൻ. ഓക്കെ, നോക്കിക്കേ, എൻഡമിക് സ്പീഷീസ്. ഇവ സ്വാഭാവികമോ ഭൂമിശാസ്ത്രപരമോ ആയ തടസ്സങ്ങളാൽ, ഓക്കെ, കുറേ തടസ്സങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്, ബാരിയേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവ സ്വാഭാവികമോ ഭൂമിശാസ്ത്രപരമോ ആയ തടസ്സങ്ങളാൽ വേർതിരിച്ചിരിക്കുകയും സാധാരണയായി നിയന്ത്രിത പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളുമാണ്. ഓക്കെ, ഇപ്പം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഡെഫിനിഷൻ വരുന്നത്. എന്നാലും മിസ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിളായില്ലേ? ഓക്കെ, ഉദാഹരണമായി ആൻഡമാൻ നിക്കോബാർ പ്രാവ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്. മിസ് പറഞ്ഞു അല്ലേ, എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് എന്താണെന്ന് മിസ് പറഞ്ഞില്ലേ? എന്താണ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്? വംശനാശം സംഭവിച്ച ജീവികൾ. അവരിനി ഭൂമിയിലുണ്ടോ? ഭൂമിയിലില്ല. അവരെന്നേക്കുമായിട്ട് നമ്മുടെ എർത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അവരിനി ഭൂമിയിലില്ല, വംശനാശം സംഭവിച്ചു. എക്സാമ്പിൾസ് നോക്കി വെക്കുക കേട്ടോ. അതിൽ ഏറ്റവും നിങ്ങൾ നോക്കി വെക്കേണ്ട എക്സാമ്പിൾസ് ആണ് ബാലി ടൈഗർ ആൻഡ് ഡോഡോ ബേർഡ്. ഓക്കെ, ബാലി ടൈഗർ ആൻഡ് ഡോഡോ ബേർഡ്, പാസഞ്ചർ പീജിയൻസ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് 3 എണ്ണം ഓർത്ത് വയ്ക്കുക. ദെൻ വംശനാശം സംഭവിച്ച ജീവികൾ മനസ്സിലായല്ലോ, ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ മെത്തേഡ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ലേ. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയാൽ ശരിയാകുമോ? എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയാൽ ശരിയാകിയല്ല. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അങ്ങനെ നശിച്ചുകൊണ്ടേ ഇരുന്നാൽ എന്താണ്? ഒരു സമയത്ത് നമ്മളും നശിച്ചു പോകും, മനുഷ്യരും ഹ്യൂമൻ ബീങ്സും എന്താണ്? നശിച്ചു പോകും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ, നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് വരദാനമായിട്ട് കിട്ടിയിട്ടുള്ള എന്താണ്? ആനിമൽസിനെയും ബേർഡ്സിനെയും പ്ലാന്റ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മുടെ മെത്തേഡ്സ് ഓഫ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ ഉള്ള കുറച്ച് മെത്തേഡ്സ്, രീതികളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെത്തേഡ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള രീതികൾ. ഓക്കെ, നമുക്ക് നോക്കിയാലോ, നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് conservation of biodiversity does not mean keeping the natural resources unused. എന്താണ് കൺസർവേഷൻ എന്ന് വെച്ചാൽ? എന്താണ് കൺസർവേഷൻ എന്ന് വെച്ചാൽ? നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കാതിരിക്കുന്നതാണോ? അല്ല. നമ്മൾ കൺസർവേഷൻ അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതല്ല. എന്താണ്? അവരെ നശിപ്പിക്കാതെ, അവരെ ചൂഷണം ചെയ്യാതെ ഉപയോഗിക്കുക. ഓക്കെ, ചൂഷണം ചെയ്യാതെ സംരക്ഷിച്ചുകൊണ്ട്, അതിന് എന്താണ് ഹാംഫുൾ എഫക്ട്സ് ഒന്നും വരാതെ അവരെ സംരക്ഷിക്കുക. അതാണ് ഈ കൺസർവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, along with preventing over exploitation we should take measures to preserve organisms which are facing extinction. നമ്മൾ എന്താണ് എക്സ്റ്റിങ്ഷൻ അല്ലേ, വംശനാശം നടക്കാൻ ചാൻസസ് ഉള്ള എന്താണ് ഓർഗാനിസത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അതും കൂടെയൊക്കെയാണ് നമ്മൾ ഈ കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നത് അവയെ നിലനിർത്തുക, അതായത് ഉപയോഗിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണത്തെ അല്ലേ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണത്തെ എന്താണ് നമ്മൾ നിർത്തുന്നു. ഓക്കെ, തടയുന്നതിനോടൊപ്പം എന്താണ് വംശനാശം, അതായത് എക്സ്റ്റിങ്ഷന് സാധ്യതയുള്ള അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എന്ത് ചെയ്യും? നമ്മൾ സംരക്ഷിക്കും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഈ സംരക്ഷണം പറയുമ്പോൾ അല്ലേ, നമുക്ക് ഈ ഓർഗാനിസത്തിനെ നമ്മൾ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് 2 രീതിയിൽ ആ കൺസർവേഷനെ പറയാം. ഓക്കെ, നമുക്ക് ബയോഡൈവേഴ്സിറ്റീനെ 2 രീതിയിൽ കൺസർവ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ. ഫസ്റ്റ് മെത്തേഡാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് എക്സിറ്റ്യൂ കൺസർവേഷൻ. ഫസ്റ്റ് എന്താണ്? ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആൻഡ് സെക്കൻഡ് എന്താണ്? എക്സിറ്റ്യൂ കൺസർവേഷൻ. ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓർഗാനിസത്തെ നമ്മൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്.
ഓക്കെ, അവരെവിടെയാണോ ജീവിക്കുന്നത് അവരുടെ ആ വാസസ്ഥലത്ത് വെച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇൻ ദെയർ ഓൺ ഹാബിറ്റാറ്റ്, പ്രൊട്ടക്റ്റിംഗ് ദ ഓർഗാനിസം വിത്തിൻ ദെയർ ഓൺ ഹാബിറ്റാറ്റ്, അവരുടെ സ്വാഭാവികമായ എന്താണ് വാസസ്ഥലത്ത് വെച്ച് അവരെ സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ്, നോക്കിക്കേ, നാഷണൽ പാർക്സ്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം, കാരണം ഓപ്ഷൻ തന്നിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻ സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ എന്ന് ചോദിക്കും. സോ ഇൻ സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിളുകൾ നോക്കി വെക്കുക. നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ആൻഡ് സേക്രഡ് ഗ്രൂവ്സ്, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഇൻ സിറ്റു കൺസർവേഷൻ്റെ മെത്തേഡുകൾ. ഓക്കെ, ദെൻ അടുത്തത് എക്സിറ്റീവ് കൺസർവേഷൻ. ഇത് നോക്കിക്കേ, ഇൻ സിറ്റു സംരക്ഷണം ജൈവ വൈവിധ്യത്തിൻ്റെയും ജനിതക വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം ലളിതവും എളുപ്പവുമാകുന്ന രീതി. പോട്ടെ, വന്യജീവികൾ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ, ഓക്കെ, അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ എന്താണ് അവരെ സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സിറ്റീവ് കൺസർവേഷൻ എന്താണ്? എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് വെച്ചാൽ ഓർഗാനിസത്തെ അവരുടെ എന്താണ് നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല, ഓക്കെ, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. ഇപ്പോൾ എന്താണ് ഫോറസ്റ്റിൽ അല്ലേ, കാട്ടിൽ ജീവിക്കുന്ന എന്താണ് സിംഹത്തെയും കടുവേനെയും ഒക്കെ പിടിച്ച് നമ്മൾ എന്താണ് ഒരു ഒരു സൂവിൽ കൊണ്ടിടുന്നത് എന്താണ്, അത് ഈ എക്സിറ്റീവ് കൺസർവേഷനാണ്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മൾ സംരക്ഷിക്കുകയാണ്. ഓക്കെ, അതാണ് എക്സിറ്റീവ് കൺസർവേഷൻ. ഓക്കെ, ഇനി അതിന് എക്സാമ്പിളാണ് എന്തൊക്കെ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ഗാർഡൻസ് ആൻഡ് ജീൻ ബാങ്ക്സ്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ഗാർഡൻസ് ആൻഡ് ജീൻ ബാങ്ക്സ്. ഓക്കെ, ദെൻ എക്സിറ്റീവ് സംരക്ഷണം എന്താണ്, അവരുടെ സ്വാഭാവിക വാസസ്ഥലത്ത് നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ സംരക്ഷിക്കുന്നത്. ഉദാഹരണമായി ബൊട്ടാനിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ഗാർഡൻസ് ആൻഡ് ജീൻ ബാങ്കുകൾ. ഓക്കെ, അടുത്തതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്താണ് ഈ ഇൻസിറ്റീവ് കൺസർവേഷൻ്റെയും എക്സിറ്റീവ് കൺസർവേഷൻ്റെയും ഒക്കെ എന്താണ് എക്സാമ്പിളുകൾ പറഞ്ഞു. അതിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, വൈൽഡ് ആനിമൽസിനെ കൺസേർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, വൈൽഡ് ആനിമൽസിനെ കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്തിനാണ്, അവരെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അല്ലേ, ആനിമൽസിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പിന്നെ എന്താണ്, കൺട്രോൾഡ് ഇൻ്റർഫറൻസ് ഓഫ് മാൻ, നമ്മുടെ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആണ്. ഓക്കെ, ചെറിയ ലെവലിൽ, ഓക്കെ, പെർമിറ്റഡ്, കൺട്രോൾഡ് ഇൻ്റർഫിയറൻസ്, ഓക്കെ, ചെറിയ രീതിയിലൊക്കെ നമുക്ക് അവിടെയുള്ള പ്രകൃതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വിത്തൗട്ട് ഹാമിങ് ദ എൻവയോൺമെൻറ്റ്. ദസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ ഹെൽപ്ഫുൾ ടു മാൻ as they permit collection of forest products and allow man to fell trees and cultivate under strict condition. അല്ലേ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് മിനിമം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോറസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർക്കുക, കൺസർവേഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, വന്യജീവി സങ്കേതങ്ങൾ, ഇത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ്. വന്യജീവികളെ, വൈൽഡ് ആനിമൽസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൃഗങ്ങൾക്ക് അവരവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ അവരെ സംരക്ഷിക്കണം. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എന്താണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് നാഷണൽ പാർക്സ്. ഓക്കെ, നാഷണൽ പാർക്സ് എന്താണെന്ന് നോക്കിയാൽ ആക്ടിവിറ്റീസ് ഹാവ് ബീൻ പ്ലാൻ, റിപ്പയർ ആൻഡ് ഡാമേജ്. നമ്മുടെ പ്രകൃതിക്ക് വന്നു പോയിട്ടുള്ള എന്താണ് ഡാമേജുകൾ അല്ലേ, പ്രകൃതിക്ക് വന്നു പോയിട്ടുള്ള ഡാമേജിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നാഷണൽ പാർക്ക്. നാഷണൽ പാർക്സ് ആർ വൺ എമംഗ് ദം. ദീസ് പാർക്സ് ആർ എക്സ്റ്റെൻസീവ് ഫോറസ്റ്റ് which maintain the original beauty and complexity of nature. Human interventions like farming, plantation, etc. are strictly prohibited. നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, നാഷണൽ പാർക്കുകളിൽ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ എന്താണ് ലിമിറ്റഡ്, മിനിമൽ രീതിയിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ആണ്. പക്ഷേ നാഷണൽ പാർക്കുകളിൽ എന്താണ്, നാഷണൽ പാർക്ക്, സോളി തോമസ്, നാഷണൽ പാർക്സ്. ഓക്കെ, നാഷണൽ പാർക്കുകൾ എന്താണ്, നാഷണൽ പാർക്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഉണ്ടോ, ഇല്ല, അതാണ് ഒരു ഡിഫറൻസ്.
വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ മിനിമം ആയിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ആണ്. പക്ഷേ എന്താണ് നാഷണൽ പാർക്സിൽ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്താണ് മിനിമം ആയിട്ട് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് നടത്താനേ പറ്റില്ല. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫോറസ്റ്റിൽ ട്രീ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഫോറസ്റ്റ് പ്രോഡക്ട്സിനെ യൂസ് ചെയ്യും. അതാണ് ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇരവികുളം ആൻഡ് സൈലന്റ് വാലി ആർ ദ നാഷണൽ പാർക്സ് ഇൻ കേരള. കേരളത്തിലുള്ള 2 നാഷണൽ പാർക്കുകളാണ്, ഓർത്ത് വെക്കുക, ഇരവികുളം ആൻഡ് സൈലന്റ് വാലി. ഓക്കെ, ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയും, നാഷണൽ പാർക്കുകളെ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്തതാണ് ബയോസ്ഫിയർ റിസർവ്സ്. എന്താണ് ബയോസ്ഫിയർ റിസർവ്സ്? എന്താണ് ബയോസ്ഫിയർ റിസർവ്സ് ആർ റെപ്ലിക്കാസ് ഓഫ് ദ ബയോസ്ഫിയർ. ഓക്കെ, എന്താണ് നമ്മുടെ ആ ഒരു നാച്ചുറൽ ബയോസ്ഫിയറിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ബയോസ്ഫിയറിനെ സംരക്ഷിക്കുന്നതാണ് എന്ത് ബയോസ്ഫിയർ റിസർവ്സ്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ എന്താണ് ഇപ്പോൾ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾ ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ടോപ്പിക്കുകളൊക്കെ ആയിരിക്കും. ഇതൊക്കെ 9th അല്ലെങ്കിൽ 10th വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കൊണ്ട് അത്ര ഡൈജസ്റ്റ് ആകണമെന്നില്ല, അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആകണമെന്നില്ല. സോ ഇതിപ്പോഴേ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് 9th and 10th വരുമ്പോൾ ഇത് ഈസി ആയിരിക്കും. ഓക്കെ, കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചിലതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ബയോസ്ഫിയർ റിസർവ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഇടയ്ക്കൊന്നും ഉറങ്ങിപ്പോകാതെ ഇരുന്ന് കാണുക കേട്ടോ. ദെൻ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുമ്പം ബയോസ്ഫിയർ റിസർവ്സ് ആർ റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയറിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബയോസ്ഫിയറിനെ പറയുന്നതാണ് എന്ത് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ദെൻ അവരെന്താണ് എക്സ്റ്റെൻസീവ് ഏരിയ, ഒരുപാട് ഏരിയയിലുണ്ടാകും. ഓക്കെ, ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ കവർ ചെയ്യും. ദെൻ മെനി നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ സീൻ ഇൻ എ ബയോസ്ഫിയർ റിസർവ്. ഒരു ബയോസ്ഫിയർ റിസർവിനുള്ളിൽ എന്തൊക്കെ കാണാം, നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കാണാം. എക്സ്റ്റെൻസീവ് ഏരിയ, ഒരുപാട് ഏരിയ കവർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാം, അതിനുള്ളിൽ തന്നെ, അതായത് ഒരു ബയോസ്ഫിയർ റിസർവിനകത്ത് ഉള്ളിൽ തന്നെ എന്തൊക്കെ കാണാം, നാഷണൽ പാർക്സും കാണാം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കാണാം. ഓക്കെ, നോ ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പെർമിറ്റഡ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആണോ? ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് അല്ല. ദെൻ നമുക്ക് ഈ ബയോസ്ഫിയർ റിസർവിനെ മൂന്ന് റീജിയൻ ആയിട്ട് പറയാം. ഇതൊരു ബയോസ്ഫിയർ റിസർവ് ആണെങ്കിൽ ഇതിനെ നമുക്ക് 3 റീജിയൻ ആയിട്ട് പറയാം. അതിനൊരു ഔട്ടർ റീജിയൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റീജിയൻ ഉണ്ട്, പിന്നെ സെൻറ്ററിൽ ഒരു റീജിയൻ ഉണ്ട്. ഓക്കെ, ഈ സെൻറ്റർ പോർഷനാണ് എന്ത് കോർ ഏരിയ. ഓക്കെ, ഈ സെൻറ്റർ പോർഷനെ എന്ത് പറയും, കോർ റീജിയൻ എന്ന് പറയും. സെൻറ്റർ പോർഷനെ കോർ റീജിയൻ എന്ന് പറയും. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു റീജിയനെ നമ്മൾ ബഫർ സോൺ എന്ന് പറയും. ഓക്കെ, നമ്മൾ ബഫർ സോൺ എന്ന് പറയും. പിന്നെ ഈ ഔട്ടർ റീജിയൻ ആണ് ട്രാൻസിഷൻ സോൺ. ഇതാണ് നമുക്കൊരു ബയോസ്ഫിയർ റിസർവിനെ മൂന്നായിട്ട് പറയാം. ഓക്കെ, മൂന്നായിട്ട് നമുക്ക് പറയാം. ഈ സെൻറ്റർ, ഏറ്റവും സെൻറ്ററിലുള്ള റീജിയനെ എന്ത് പറയാം, കോർ റീജിയൻ എന്ന് പറയാം. ഇവിടെ എന്താണ് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയും നടക്കില്ല. ഓക്കെ, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയും ഈ ഒരു സെൻറ്റർ റീജിയനിൽ നടക്കത്തില്ല. ദെൻ ഇവിടെ കുറച്ച് ഈ ബഫർ സോണിൽ എന്താണ് കുറച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെറിയ രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് നടക്കും. ദെൻ ഈ ട്രാൻസിഷൻ സോണിൽ എന്താണ് ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സോണാണ് എന്ത് ട്രാൻസിഷൻ സോൺ. ഓക്കെ, ബയോസ്ഫിയർ എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താണ് കുറച്ച് ടഫായിട്ട് തോന്നിയാലും എന്താണ് ഇത് അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആകും. ഓക്കെ, അടുത്ത വർഷം വരുമ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് NMMS എക്സാം എന്താണ് ക്വാളിഫൈ ചെയ്യണ്ടേ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബഫർ സോൺ 3 റീജിയൻ ആയിട്ട് നമുക്ക് നമ്മുടെ ബയോസ്ഫിയർ റിസർവിനെ പറയാം. സെൻറ്റർ റീജിയൻ ആണ് കോർ റീജിയൻ, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ബഫർ സോൺ, ദെൻ ഏറ്റവും പുറത്തെ ഔട്ടർ റീജിയൻ ആണ് ട്രാൻസിഷൻ റീജിയൻ. ഓക്കെ, ദെൻ അടുത്തതാണ് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സുവോളജിക്കൽ ഗാർഡൻസ് എന്നൊക്കെ പറയും. സിംപ്ലി എന്താണ് നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ സൂ ഇല്ലേ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻസ് അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്സ് എന്നൊക്കെ പറയും. എന്താണെന്ന് നോക്കിക്കേ. ഫ്രം ഓൾഡൻ ഡേയ്സ് മാൻ ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ഇൻ റിക്രിയേറ്റിംഗ് wild animals in artificial conditions. The interest has led to the setting up of zoos. Though the freedom and natural conditions, നമുക്കറിയാം സൂ എന്തിൽ വരുന്നതാണ്, ഒരു എക്സിറ്റീവ് കൺസർവേഷൻ ആണ് അല്ലേ, അതായത് ഫോറസ്റ്റിൽ ജീവിക്കേണ്ട സുവോളജിക്കൽ
ആർക്കോ പനിയാണെന്നൊക്കെ പറയുന്നു, ഒരു ചെറിയ പനി. ഓക്കെ, പനിയാണേലും സാരിയില്ല, ഇരുന്ന് പഠിച്ചോ. നമുക്ക് NMMS മേടിക്കണ്ടേ? NMMS മേടിച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടുമ്പോൾ ഹാപ്പിയാവും. പനിയാണെന്ന് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻസ്. സുവോളജിക്കൽ ഗാർഡൻസ് എന്താണ്? നമ്മുടെ സൂ, മിസ് പറഞ്ഞ പോലെ ആനിമൽ സൂകളാണ്. അതായത് ഫോറസ്റ്റിൽ ജീവിക്കേണ്ട ആനിമൽസിനെ എന്താണ്, ഫോറസ്റ്റിൽ ജീവിക്കേണ്ട ആനിമൽസിനെ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് എന്താണ്, ആ ഒരു കേജ് അല്ലെ, ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ എന്താണ്, ഒരു സൂവിൽ കൊണ്ട് ഇടുകയാണ്. ഔട്ട്സൈഡ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവരുടെ സ്വാഭാവിക വാസസ്ഥലത്ത് നിന്നും പുറത്തു കൊണ്ടുവരികയാണ്. ഓക്കെ ഓക്കെ മിസ്. കീർത്തന, മാരിമുത്തു, ഓക്കെ മിസ് എന്ന് പറഞ്ഞാൽ മിസ്സിന് കുറേ ഫയറൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ എന്താണ്, ഔട്ട്സൈഡ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, സൂവിലൊക്കെ പോയിട്ടുള്ളവരെ സൂവിൽ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആനിമൽസിനെ എന്താണ്, കൂട്ടിൽ, കേജസിലായിരിക്കും ഇട്ടിരിക്കുക അല്ലേ, ഔട്ട്സൈഡ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതാണ് സൂവ്. പിന്നെ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എഡ്യൂക്കേഷണൽ പർപ്പസിന്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പോയി എന്താണ്, സൂവിലൊക്കെ പോയി മൃഗങ്ങളെ കാണുന്നത്, ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകൾ, പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസുകൾ. പിന്നെ അതുകൂടാതെ ചെറിയ ഔട്ട്സൈഡ് ദർ എന്താണ്, അവരുടെ സ്വാഭാവിക വാസസ്ഥലത്ത് നിന്നും പുറത്താണെങ്കിലും എന്താണ്, അവരെ സംരക്ഷിക്കുന്നുമുണ്ട് അല്ലേ, അവർക്ക് സംരക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവർ ആർട്ടിഫിഷ്യൽ, നമ്മൾ എന്താണ്, മനുഷ്യന്മാരാണ് സംരക്ഷിക്കുന്നത്, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നല്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. മൃഗശാല പുരാതന വന്യമൃഗങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വാഭാവിക സാഹചര്യങ്ങളും പൂർണ്ണമായി നൽകാൻ കഴിയാതിരുന്നാലും മൃഗശാലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ്. ഓക്കെ, മൃഗശാലകൾ ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദ സൂ അറ്റ് തിരുവനന്തപുരം ഈസ് എ സുവോളജിക്കൽ ഗാർഡൻ വിച്ച് ഈസ് വെരി ഓൾഡ് ആൻഡ് ഹാസ് എ വെറൈറ്റി ഓഫ് ആനിമൽസ്. തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സൂവിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആനിമൽസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മൃഗങ്ങളെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ? പോരല്ലേ, മൃഗങ്ങളെ മാത്രം സംരക്ഷിച്ചാൽ പോരാ. എന്താണ്, പ്ലാന്റ്സിനെയും സസ്യങ്ങളെയും ചെടികളെയും എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ആനിമൽസിനെ സംരക്ഷിക്കാനുള്ളതാണ് സുവോളജിക്കൽ ഗാർഡൻസ് അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്ക്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ സംരക്ഷിക്കാനുള്ളതാണ് എന്ത്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഓക്കെ, ദീസ് ആർ സയൻറ്റിഫിക്കലി ഡിസൈൻഡ് gardens developed with a view to conserve variety of plants. പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ, ഫോർ പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ് അല്ലേ, പ്ലാന്റ്സിനെ കൺസർവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഓക്കെ, ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ഗാർഡൻസ്. പ്ലാന്റ്സ് വിൽ ഹാവ് ലേബിൾസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ പ്ലാന്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളിടത്ത് പോയാൽ എല്ലാ ചെടിയുടെ ഫ്രണ്ടിലും എന്താണ്, ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അത് അവരുടെ കോമൺ നെയിം, അവരുടെ ശരിക്കുള്ള പേരെന്താണ്, അവരുടെ സയൻറ്റിഫിക് നെയിം എന്താണ്, അവരുടെ ജീനസ് ഏതാണ്, അവരുടെ സ്പീഷീസ് ഏതാണ്. അങ്ങനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. ഏതെങ്കിലും ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് ഇതുപോലെ ഓരോ പ്ലാന്റിൻ്റെ ഫ്രണ്ടിൽ ഓരോ ബോർഡ് പോലെ അവരെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. The plants will have labels containing information about them. അവരെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻഫോർമേഷനും നമുക്ക് ആ ഒരു ചെടി കാണുന്ന കൂട്ടത്തിൽ തന്നെ കാണാം. ഓക്കെ, The Tropical Botanical Garden and Research Institute IBGRI ആണ് ഒരു എക്സാമ്പിൾ. അറ്റ് പാലോട് തിരുവനന്തപുരം. എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. എന്താണ്, The Tropical Botanical Garden and ഇൻസ്റ്റിറ്റ്യൂട്ട് IBGRI എന്ന് ഷോർട്ട് ഫോമിൽ പറയും. പാലോടിലാണ്, തിരുവനന്തപുരം പാലോടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, പാർവതി രാജേഷ് പറഞ്ഞിട്ടുണ്ട്, പാർവതി കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ, അങ്ങനെ കണ്ടിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ. ദെൻ നമ്മുടെ പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്, 300 acres ആണ്. 300 acres. Okay, 300 acres. It owns first place in area in South India. Medicinal plants. ഇനി അവിടെ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? മെഡിസിനൽ പ്ലാന്റ്സ്, ഓർക്കിഡ്സ്, ബാംബൂ വെറൈറ്റീസ്, ബനിയൻ ട്രീസ്, ഫേൺസ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെയാണ് എന്ത്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ട്, ഫർസാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഫർസാൻ, ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ മിസ്സ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഓക്കെ,
അടുത്തതാണ് മെനി പ്ലാന്റ്സ് വിച്ച് ആർ ഫേസിങ് എക്സ്റ്റിങ്ഷൻ ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ടിഷ്യൂ കൾച്ചർ ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലേ. എക്സ്റ്റിങ്ഷൻ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ചാൻസസ് ഉള്ള എക്സ്റ്റിങ്റ്റ് ആവാൻ ചാൻസസ് ഉള്ള എന്താണ് ഓർഗാനിസത്തെ വാട്ട് ഈസ് യുവർ നെയിം ട്രൈക്ക് അവർ വേറെ കോൺവെർസേഷൻ എന്നോടുള്ള കോൺവെർസേഷൻ അല്ലായിരുന്നു സോറി. മെനി പ്ലാന്റ്സ് വിച്ച് ആർ facing extinction are protected in botanical gardens by making use of tissue culture and genetic engineering. The efforts for developing new varieties of plants going on in botanical gardens എന്താണ് വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള പ്ലാന്റ്സുകളെ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടിഷ്യൂ കൾച്ചർ വഴിയൊക്കെ എന്ത് ചെയ്യും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കും. ഓക്കെ, അങ്ങനെ അവരെ സംരക്ഷിക്കും. ഓക്കെ, ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ് വിവിധ സസ്യങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളാണിവ. ഓക്കെ, ഇവ സാധാരണ പൂന്തോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ചെടികൾക്കൊപ്പം അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടോ, അതാണ് ആ ലേബിൾസ്. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ലേബലുകൾ ഉണ്ടായിരിക്കും. തിരുവനന്തപുരത്തെ പാലോടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TBGRI ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, 300 ഏക്കറിലെ വിസ്തൃതിയിലാണ് ഇത് വിപുലീകരിച്ച് കിടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ വിസ്താരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഔഷധ സസ്യങ്ങൾ എന്തൊക്കെയാണ്? മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ, ഓർക്കിഡുകൾ. ഓക്കെ, ദെൻ ബാനിയൻ ട്രീ മുളകൾ, ബാനിയൻ ട്രീ ബാമ്പു ആണ് മുളകൾ. ദെൻ ഫേണുകൾ, അതുപോലെ തന്നെ എന്താണ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ അലങ്കാര സസ്യങ്ങളൊക്കെ എവിടെയുണ്ട്? പാലോടുള്ള തേക്കടിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ലൈല ഇർഷാദ്. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ജീൻ ബാങ്ക്സ്. ആരോ മിസ് പറയുന്നതിന് മുമ്പേ ആരോ ജീൻ ബാങ്ക്സ് എന്ന് കമൻറ്റ് ഇട്ടായിരുന്നു. പേര് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. ആരോ ജീൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ജീൻ ബാങ്ക് ജീൻ ബാങ്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ജീൻ ബാങ്കുകൾ? എന്താണ് ജീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്താണ് ബാങ്കുകളെയാണ് എന്ത് പറയുന്നത്? ജീൻ ബാങ്ക്. നമ്മുടെ ശരിക്കുള്ള നമ്മുടെ മണി ബാങ്ക് അല്ല കേട്ടോ, നമ്മുടെ SBI ഫെഡറൽ ബാങ്ക് പോലത്തെ ബാങ്ക് ഒന്നുമല്ല. എന്താണ്? ജീൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബാങ്കുകൾ. ഓക്കെ, ജീൻ ബാങ്ക്സ്. സോളി തോമസ്. ജീൻ ബാങ്ക്സ് എന്താണ്? ജീൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ജീൻ ബാങ്ക്സ് ആർ മോഡേൺ ടെക്നോളജിക്കൽ സിസ്റ്റം. എന്താണ്? മോഡേൺ സിസ്റ്റമാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഈ ജീൻ ബാങ്ക്സ് വന്നിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. അതാണ് മോഡേൺ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കളക്ട് ആൻഡ് കൺസേർവ് ദ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജീൻസ്. ഓക്കെ, ജീൻസിനെ കളക്ട് ചെയ്ത് കൺസേർവ് ചെയ്യുന്ന എന്താണ് ബാങ്കുകളാണ് എന്ത്? ജീൻ ബാങ്ക്സ്. ഓക്കെ, there are many variant forms of gene banks. എക്സാമ്പിൾസ് ആണ് എന്തിൻ്റെ? ജീൻ ബാങ്കിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? സീഡ് ബാങ്ക് ആൻഡ് സ്പേം ബാങ്ക്. ഓക്കെ, സീഡ് ബാങ്ക് ആൻഡ് സ്പേം ബാങ്ക്. സീഡ് ബാങ്ക് എന്താണ്? സീഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സീഡ് ബാങ്കിൽ എന്താ ചെയ്യുക? ഫേൺ എന്താണ്? ടെറിഡോഫൈറ്റ്സ്. നിങ്ങൾ ഫേൺ എന്ന് വെച്ചാൽ ഈ മതിലയിലൊക്കെ ഇങ്ങനെ അച്ചു കുത്തുന്ന പോലെ അതിൻ്റെ സൈഡിൽ ഈ ഫേണിൻ്റെ ബാക്ക് സൈഡിൽ എന്താണ് പൊടി പോലെ എന്താണ് സ്പോറുകൾ കാണും. അത് നിങ്ങൾ ഈ ചിലരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. കയ്യിൽ അതിൻ്റെ ലീഫ് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ലീഫിൻ്റെ പ്രിൻ്റ് നമ്മുടെ കയ്യെ വരും. അതിനെയാണ് ഫേൺ എന്ന് പറയുന്നത്. ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഫേൺ. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് ആണ്. അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, ഈ മതിലയിലൊക്കെ വരും. അത് നമ്മുടെ കയ്യിലെടുത്ത് ഒട്ടിക്കുമ്പോൾ ആ ലീഫിൻ്റെ പ്രിൻ്റ് അതുപോലെ നമ്മുടെ കയ്യിൽ വരും. അതാണ് ഫേൺസ്. ഓക്കെ, ദെൻ സീഡ് ബാങ്ക്, സ്പേം ബാങ്ക്. സീഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ സീഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സീഡ് ബാങ്ക്. ഓക്കെ, സീഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സീഡ് ബാങ്ക്. ദെൻ സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്? സ്പേം ബാങ്കുകൾ. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ജീൻ ബാങ്ക്സിലൊക്കെ ഇങ്ങനെ ജീൻസിനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്താ ഗുണം? എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്? അവരെ നമുക്കെടുത്ത് എന്താണ് യൂസ് ചെയ്യുക അല്ലേ? യൂസ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസത്തിനെ ബ്രീഡ് ചെയ്യാം. ഓക്കെ, ബ്രീഡ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസത്തിന് ഇപ്പം സീഡ് ആണെങ്കിൽ ആ സീഡിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് അല്ലേ? കുറേ കാലം കഴിഞ്ഞിട്ട് എന്താണ് അവർ ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുകയാണെന്ന് നമുക്ക് തോന്നിയാൽ എന്താ ചെയ്യുക? ആ സീഡ് എടുത്ത് നമുക്ക് എന്താണ് പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കാം അല്ലേ? അതാണ് ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നതിന്. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, ദെൻ ജീൻ ബാങ്കുകൾ ജീവികളുടെ അല്ലെങ്കിൽ ജീൻസിനെ സ്റ്റോർ ചെയ്യുന്ന അല്ലേ? ജീൻസിനെ സംരക്ഷിക്കുന്ന ജീൻസിനെ സംരക്ഷിക്കുന്ന
ആധുനിക സാങ്കേതിക വിദ്യയാണ് വിത്ത് ബാങ്ക്, അതാണ് സീഡ് ബാങ്ക്. ദെൻ ബീജ ബാങ്ക്, അതാണ് എന്ത് സ്പേം ബാങ്ക്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ലൈല ഇർഷാദ്, മനസ്സിലായി, താങ്ക്സ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ലീഫ് ഫേൺസ് വെച്ച് കയ്യിൽ പ്രിൻ്റ് അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്നിട്ട് അതുപോലെ തന്നെ ആ ലീഫിൻ്റെ പ്രിൻ്റ് കയ്യിൽ വരും. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞേ, കമൻറ്റ് ചെയ്തേ. ഇല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. റെഡ് ഡാറ്റ ബുക്ക്, സോളി തോമസ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? റെഡ് ഡാറ്റ ബുക്ക് എന്ന് വെച്ചാൽ അതായത് ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലേ, അവരെ ലിസ്റ്റ് ചെയ്ത്, അതായത് എന്താണ് ഈ എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ആ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആ സ്പീഷീസുകളെ എന്താണ് അവരെ ലിസ്റ്റ് ചെയ്യുകയാണ്. ഇവരൊക്കെ എന്താണ് വംശനാശത്തിന് സാധ്യതയുള്ളവരാണെന്ന് പറഞ്ഞ ഒരു ബുക്കേൽ അങ്ങ് എഴുതി വെക്കുകയാണ്. ഓക്കെ, ആ ഒരു ബുക്കിന് പറയുന്ന പേരാണെന്ത്? റെഡ് ഡാറ്റ ബുക്ക്. യെസ്, നോ? ഓക്കെ, ചെയ്യാത്തവരുണ്ട്, ചെയ്തവരുണ്ട്. ഓക്കെ, ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ റെഡ് ഡാറ്റ ബുക്ക് എന്താണ്? എൻഡേഞ്ചർഡ് അല്ലെ, എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ എല്ലാം നമ്മളൊരു ബുക്കിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ആ ഒരു ബുക്കിന് പറയുന്ന പേരാണെന്ത്? റെഡ് ഡാറ്റ ബുക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നത്? അവരെ സംരക്ഷിക്കാൻ, അവർ വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ളവരല്ലേ, വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ളവരാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെങ്ങനെ എഴുതി വെക്കും. അതെന്താണ്? ഇവരെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് എന്താണ് ഇവരെ എഴുതി വെക്കും. ആ ഒരു ബുക്കാണ് എന്ത്? റെഡ് ഡാറ്റ ബുക്ക്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സർവൈവൽ സർവീസ് കമ്മീഷൻ ടു കളക്ട് ഡേറ്റ. ഈ റെഡ് ഡാറ്റ ബുക്കിൽ എന്താ ചെയ്യുക? കളക്ട് ഡേറ്റ ആൻഡ് മെയിൻറ്റെയിൻ ലിസ്റ്റ് ഓഫ് ദ വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് that may be in danger of extinction. Okay, extinction, വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പേരെന്താണ് ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ബുക്കാണെന്ത്? റെഡ് ഡാറ്റ ബുക്ക്. Okay, this list published in a book known as the Red Data Book. Our valuable wealth of forest like the wild animals such as lion, tiger, rhinoceros, cheetah, wilders, nilgiri etc. are included in this book. എന്തൊക്കെയാണ് ആ ബുക്കിനകത്ത്? ആരുടെയൊക്കെ പേരുണ്ടെന്ന് നോക്കിയേ. ലയൺ ഉണ്ട്, ടൈഗർ ഉണ്ട്, റൈനോസറസ് ഉണ്ട്, ചീറ്റ, വൈൽഡേഴ്സ്, നീൽഗിരി ഇതൊക്കെ എന്തിലുണ്ട്? ഇവരൊക്കെ എന്താണ്? വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളാണ്. അതുകൊണ്ട് അവരെ എന്താണ്? റെഡ് ഡാറ്റ ബുക്കിൽ അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, വംശനാശത്തിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ വന്യമൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പട്ടിക പരിപാലിക്കുകയും ഡേറ്റ ശേഖരിക്കുകയും ചെയ്യുക എന്നത് സർവൈവൽ കമ്മിറ്റിയുടെ ഇതാണ്. അതിജീവന സേവന കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. വംശനാശ ഭീഷണിയിലായേക്കാവുന്ന ജീവികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതും അതിനെ തടയുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമാണ്. ഈ പട്ടിക റെഡ് ഡാറ്റ ബുക്ക് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആരൊക്കെ അതിനകത്തുള്ളത്? സിംഹം, കടുവ, കാണ്ടാമൃഗം, ചീറ്റ, കാട്ടുകഴുത, നീലഗിരിത്ത. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ആനിമൽസ് ഒക്കെ എന്താണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തതാണ് IUCN. ഈ റെഡ് ഡാറ്റ ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ അല്ലേ. ഈ റെഡ് ഡാറ്റ ബുക്ക് ഇൻ്റർനാഷണലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ കാര്യമൊക്കെ നോക്കുന്നതാരാണ്? IUCN എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഓക്കെ, IUCN എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇവരുടെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. ഓക്കെ, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, ഇതാണ് IUCN. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഓർഗാനിസം. IUCN ആണ് റെഡ് ഡാറ്റ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നോക്കുന്നതും. ഓക്കെ, സോളി തോമസ്, IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ മിസ്സി പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. അത്രയ്ക്ക് പുതിയ കാര്യങ്ങളല്ല, നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുമ്പോൾ എന്താണ്? ഇതിലും കൂടിയ കാര്യങ്ങൾ കേൾക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതിലും കൂടിയ കാര്യങ്ങളൊക്കെ കേൾക്കും. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ദെൻ അത് ഓർത്ത് വയ്ക്കുക. 1948 വരുന്നത്. ഓക്കെ, IUCN നിലവിൽ വരുന്നത് 1948 കാര്യം ഓർത്ത് വയ്ക്കുക. ഈ ഓർഗനൈസേഷൻ എവിടെയാണുള്ളത്? സ്വിറ്റ്സർലൻഡിലാണുള്ളത്. ഓക്കെ, സ്വിറ്റ്സർലൻഡിലാണുള്ളത്. പിന്നെ
ഈ IUCN-ന്റെ അണ്ടറിൽ 6 കമ്മീഷൻസ് ആണ്. ഓക്കെ, IUCN-ന്റെ അണ്ടറിൽ 6 കമ്മീഷൻസ് വരുന്നുണ്ട്. എക്കോളജി, എഡ്യൂക്കേഷൻ, ലാൻഡ്സ്കേപ്പ്, പ്ലാനിംഗ്, ലെജിസ്ലേഷൻ, നാഷണൽ പാർക്സ് ആൻഡ് സർവൈവൽ സർവീസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് IUCN-ന്റെ കീഴിൽ വരുന്ന 6 കമ്മീഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. IUCN എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നിലവിൽ വന്ന വർഷം 1948. എവിടെയാണ്, ഏത് റീജിയണിലാണ്, എവിടെയാണ് അവരുള്ള സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, സ്വിറ്റ്സർലൻഡിലാണ്. പിന്നെ അതിൻ്റെ 6 കമ്മീഷൻസ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, then International Union for Conservation of Nature and Natural Resources, IUCN, ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അതിൻ്റെ ഉദ്ദേശം ജീവജാലങ്ങളെ സംരക്ഷിക്കുകയാണ്. ദെൻ ഈ ദിശയിലേക്കുള്ള ആദ്യ നീക്കങ്ങളിലൊന്ന് 1948 ആ ഒരു ഇയർ ഓർത്ത് വയ്ക്കുക. 1948-ൻ്റെ ആ ഒരു ഇയർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അവരുടെ 6 കമ്മീഷൻസ്, സ്വിറ്റ്സർലൻഡിലാണ് ഓർഗനൈസേഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ദെൻ 6 കമ്മീഷൻസ് IUCN-ൻ്റെ പരിസ്ഥിതി, വിദ്യാഭ്യാസം, ലാൻഡ്സ്കേപ്പ്, പ്ലാനിംഗ്, നിയമനിർമ്മാണം, ദേശീയ പാർക്കുകൾ, അതിജീവന സേവനം. ഓക്കെ, ഇതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതാണ് IBWL, ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. അതിൻ്റെ ഫുൾ ഫോമും ഓർത്ത് വയ്ക്കുക കേട്ടോ. IBL-ൻ്റെ ഫുൾ ഫോം എന്താണെന്നും ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, അതാണ് ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണെന്ത് IBWL. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് കീപ്സ് എ കോൺസ്റ്റന്റ് വിജിൽ ഓവർ ദ വേരിയസ് പ്രോഗ്രാംസ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അവരെന്താ ചെയ്യുന്നത്? വേരിയസ് പ്രോഗ്രാംസ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, നമ്മുടെ വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യാനുള്ള, നിങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയാവോ? കുറേ പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ടല്ലോ. IBWL, ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. Okay, Indian Board for Wildlife keeps a constant vigil. Okay, programs of wildlife conservation under its auspices a wildlife week. Wildlife week നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോൾ തൊട്ടാണ്? എല്ലാ വർഷവും, എവറി ഇയർ 1st to 8th October. ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 8 വരെ എന്താണ് വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, IBWL ആണ് കേട്ടോ. This is done to എന്തിനു വേണ്ടിയിട്ടാണ്? To create a greater awareness about the need for protecting our wildlife from extinction. നമ്മുടെ വൈൽഡ് ലൈഫിനെ എക്സ്റ്റിങ്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, we have set up several national parks and wildlife sanctuaries in the country to protect various forms of wildlife which are facing the threat of extinction. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. IBWL-ൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ഓർ കൺസേർവിങ് വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിനെ ഓക്കെ, ശരി. എന്താണ് നോക്കിക്കേ, വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർ ഇറ്റ്സ് എന്താണ് വൈൽഡ് ലൈഫ് വീക്ക് അല്ലേ, ഇവർ വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1st October to 8th October. എല്ലാ വർഷവും October 1 തൊട്ട് 8th വരെ എന്താണ് വൈൽഡ് ലൈഫ് വീക്ക് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്? വൈൽഡ് ലൈഫിനെ എക്സ്റ്റിങ്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, IBWL, ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ട്രൈക്ക് ഞങ്ങൾ 10th ചാനലിൽ, ബ്രില്യൻ്റ് 10th ചാനലിൽ നമ്മൾ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാവേ കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ കുറച്ച് തിയറി പോർഷൻസ് ഒക്കെ കണ്ടു. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് എന്താണ് സ്കാൻ ചെയ്യുക. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവും. ഓക്കെ, ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഓക്കെ, നോട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടും, ഫ്രീ ആണ്. ആ ഒരു ജസ്റ്റ് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം കുറച്ച് പോർഷൻസ് നമ്മൾ നോക്കി നമ്മുടെ തിയറിയുടെ. ഇനി കുറച്ചും കൂടി ചില ടേംസും കൂടി ഒന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വരട്ടെ. മിസ്സേ നെയിം എന്താ? എൻ്റെ പേര് അമല എന്നാ കേട്ടോ. മിസ്സിൻ്റെ പേര് അമല എന്നാ. നാളെ വരുമോ? നാളെ ഞാനല്ല ക്ലാസ്. ഓക്കെ, ഇനി എനിക്കൊരു ക്ലാസ്സും കൂടെ വരുന്നുണ്ട്. അത് ഡേറ്റ് എന്നാന്ന് എനിക്ക് ഉറപ്പില്ല. റിപ്രൊഡക്ഷൻ്റെ ഇതുമായിട്ടാണ് വരുന്നത്. ഓക്കെ, റിപ്രൊഡക്ഷനുമായിട്ടാണ് വരുന്നത്.
ഓക്കെ, ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡീഫോറസ്റ്റേഷൻ. ഇനി അറിയാൻ പോകുന്നത് സിമ്പിൾ ടേംസ് ഒക്കെ കേട്ടോ, സിമ്പിൾ ടേംസ് ഒക്കെയാണ്. ഓക്കെ, സിമ്പിൾ ടേംസ് ഒക്കെയാണ്. നോക്കിക്കേ, ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീഫോറസ്റ്റേഷൻ എന്താ? നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ കട്ട് ചെയ്ത് കളയല്ലേ, നമ്മൾ എന്താണ് വനനശീകരണം, പ്ലാന്റ്സിനെയൊക്കെ കട്ട് ചെയ്ത് കളയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? വനനശീകരണം. ഓക്കെ, പ്ലാന്റ്സിനെ എന്താണ്, പ്ലാന്റ്സിനെയൊക്കെ എന്താണ്, നമ്മൾ ട്രീസിനെയൊക്കെ കട്ട് ചെയ്ത് കളയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ആർ കട്ട് ഫോർ സം ഓഫ് ദ പർപ്പസസ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മൾ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അല്ലേ, കൾട്ടിവേഷന് വേണ്ടിയിട്ട് ട്രീസിനെ കട്ട് ചെയ്ത് കളയും. പിന്നെ എന്താണ്? കൾട്ടിവേഷന് വേണ്ടിയിട്ട് പിന്നെ എന്താണ്? നമ്മൾ ബിൽഡിംഗ് ഒക്കെ അല്ലേ, നമ്മൾ കെട്ടിടങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും, ട്രീസിനെ കട്ട് ചെയ്യും. പിന്നെ ഫർണിച്ചർ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ട്രീസിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്? അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. നമുക്ക് ഈ ഡീഫോറസ്റ്റേഷനെ, വനനശീകരണത്തിൻ്റെ രണ്ടായിട്ട് അതിൻ്റെ കോസസ്, അതിൻ്റെ എന്താണ് കാരണങ്ങൾ, വനനശീകരണത്തിൻ്റെ കാരണങ്ങൾ, വനനശീകരണത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? നാച്ചുറൽ കോസസും ഉണ്ട്, മാൻമെയ്ഡ് കോസസും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നാച്ചുറൽ കോസസ്? വൈൽഡ് ഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കാട്ടുതീകൾ. ഓക്കെ, പിന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസസ്, നമ്മുടെ ഈ ഓർഗാനിസത്തിനെ, നമ്മുടെ പ്ലാന്റിനെ കുറേ എന്താണ് കീടങ്ങളൊക്കെ ആക്രമിക്കുമല്ലോ, കുറേ രോഗങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെയാണ് നാച്ചുറൽ കോസസ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് നമ്മുടെ എന്താണ് നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മാറിപ്പോകുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ വോൾക്കാനിക് എറപ്ഷൻസ്, അതൊക്കെയാണ് എന്ത്? നാച്ചുറൽ കോസസ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മാൻമെയ്ഡ് കോസസ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ഉണ്ട്, ലോഗിങ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മൈനിങ്, അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വിടുക. പിന്നെ നാച്ചുറൽ കോസസ്, വൈൽഡ് ഫയർ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താ ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നൊന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? ചില കാരണങ്ങൾ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ അതിൻ്റെ നോർമൽ ലെവലിൽ നിന്ന് എന്ത് ചെയ്യും? നോർമൽ ലെവലിൽ നിന്ന് ഇൻക്രീസ് ചെയ്യും. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ പോളാർ റീജിയൻസിലൊക്കെ എന്താ ഉള്ളത്? പോളാർ റീജിയൻസിലൊക്കെ ഐസ് ഉണ്ട് അല്ലേ. പോളാർ റീജിയൻസിലൊക്കെ ഐസ് ഉണ്ട്. ആ ഐസ് ഒക്കെ മെൽറ്റ് ചെയ്യും. ഈ ചൂട് കൂടുമ്പോൾ ഈ പോളാർ റീജിയൻസിലൊക്കെ ഐസ് മെൽറ്റ് ചെയ്യും. അതാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഡ്രൗട്ട് എന്താ? വേനൽക്കാലം അല്ലേ, വരൾച്ച. ഓക്കെ, വരൾച്ച, വേനൽക്കാലമല്ല വരൾച്ചയാണ്, അതായത് വെള്ളമില്ലാത്ത അവസ്ഥ. ഓക്കെ, അതും ഈ ഡീഫോറസ്റ്റേഷൻ വഴി സംഭവിക്കാം. നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? വരൾച്ച ഉണ്ടാവാം. ദെൻ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ മരങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു ലാൻഡ് എന്താണ്? ഡെസേർട്ട്, അവിടെ ചെടിയും മരവും ഒന്നും ഇല്ലാതെ എന്താണ്? ഡെസേർട്ടായിട്ട് എന്താണ് മാറും. അതാണ് ഡെസേർട്ടിഫിക്കേഷൻ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുനിന്ന് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ബയോസ്ഫിയർ റിസർവ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിനകത്ത് മലയാളം ആഡ് ചെയ്തത് കേട്ടോ. മറ്റേ നോട്ടിനകത്ത് മലയാളവും കൂടി മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും പറയുന്നത് കേട്ടോ, ഒന്നും എക്സ്ട്രാ ആയിട്ട് വരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് മറ്റേതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റേ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലോറ ആൻഡ് ഫോണ. എന്താണ് ഫ്ലോറ ആൻഡ് ഫോണ? മലയാളത്തിലും അങ്ങനെ തന്നെയല്ലേ പറയുക, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് തന്നെയാണ് പറയുക. അതായത് ഒരു റീജിയണിലെ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് പ്ലാന്റ്സിനെ മൊത്തമായിട്ട് പറയുന്നതാണ് എന്ത്? ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോറ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് പ്ലാന്റ്സ്. ഒരു റീജിയണിലുള്ള, ഒരു പ്രദേശത്തുള്ള ഒരു പ്രദേശത്തുള്ള എല്ലാ പ്ലാന്റ്സിനെയും കൂടെ പറയുന്നതാണ് എന്ത്? ഫ്ലോറ എന്ന് പറയുന്നത്. ഫോണ എന്താണ്? പ്ലാന്റ്സിനെ ഫ്ലോറ എന്നാണ് പറയുന്നതെങ്കിൽ ഫോണ എന്താണ്? മലയാളത്തിലും ഫ്ലോറ ഫോണ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ.
കംപ്ലീറ്റ് ആനിമൽസിനെയാണ് എന്ത് പറയുന്നത് ഫോണ എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് പ്ലാന്റ്സിനെ എന്ത് പറയും ഫ്ലോറ എന്ന് പറയും. കംപ്ലീറ്റ് ആനിമൽസിനെ മൊത്തം, അതായത് എന്താണ് മൃഗങ്ങളെ മൊത്തം ഫോണ എന്ന് പറയും. ചെടികളെ പ്ലാന്റ്സിനെ മൊത്തം എന്താണ് പറയുക ഫ്ലോറ എന്ന് പറയും. ഓക്കെ, ഫ്ലോറയ്ക്ക് എക്സാമ്പിൾ അതിൽ പ്ലാന്റ്സ് ആണ്, ഫ്ലോറ പ്ലാന്റ്സ് ആണ്. എന്താണ് ട്രീസ് എന്ന് വെച്ചാൽ എന്താണ് മരങ്ങൾ. ഓക്കെ, പിന്നെ ഷ്രബ്സ്, ഹെർബ്സ്, അതുപോലെ തന്നെ ഗ്രാസസ്, ഫേൺസ്, അതായത് കംപ്ലീറ്റ് പ്ലാന്റ്സ്, അതാണ് എന്ത് ഫ്ലോറ. ദെൻ ഫോണ എന്ന് പറയുന്നത് ആനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ബേർഡ്സ്, മാമൽസ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, അക്വാട്ടിക് ലൈഫ്. അതായത് ബേർഡ്സ് എന്ന് പറയുമ്പോൾ അറിയാം പക്ഷികളാണ്. മാമൽസ് എന്ന് പറയുമ്പോൾ എന്താണ് മാമറി ഗ്ലാൻഡ് ഉള്ള ഓർഗാനിസത്തെയാണ് എന്ത് പറയുന്നത് മാമൽസ് എന്ന് പറയുന്നത്. പിന്നെ റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഴഞ്ഞു പോകുന്ന ജീവികൾ. ഓക്കെ, എഴഞ്ഞു പോകുന്ന ജീവികളെയാണ് നമ്മൾ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ പ്രാണികൾ. ഓക്കെ, പ്രാണികളാണ്. അക്വാട്ടിക് ലൈഫ് അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, സോ അത്രയാണ് ഫ്ലോറ എന്താണ് ഫോണ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, കംപ്ലീറ്റ് പ്ലാന്റ്സ് ആണ് ഫ്ലോറ ആൻഡ് കംപ്ലീറ്റ് ആനിമൽസിനെയാണ് ഫോണ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് കണ്ടല്ലേ. മീൻസ് ഓൾറെഡി പറഞ്ഞു എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ഓക്കെ, എൻഡമിക് സ്പീഷീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ സ്പീഷീസ് എന്താണെന്ന് കുറേ തവണയായി സ്പീഷീസ് എൻഡമിക് സ്പീഷീസ്, എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നൊക്കെ പറയുന്നു. എന്താണ് ഈ സ്പീഷീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്പീഷീസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ വിച്ച് ആർ capable of interbreeding. This means that the members of species can reproduce fertile offsprings only with the members of their own species. എന്താണ് സ്പീഷീസ്? എന്താണ് ഇന്റർബ്രീഡിങ് വഴി അല്ലേ ബ്രീഡ് ചെയ്തിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ഓഫ്സ്പ്രിങ്ങിനെ ജനിക്കാൻ പറ്റുന്ന ഓർഗാനിസത്തെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ഒരു മെയിൽ സിംഹം, മെയിൽ ലയണും ഫീമെയിൽ ലയണും, ഓക്കെ, ഒരു ആൺസിംഹവും പെൺസിംഹവും കൂടെ മേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു എന്താണ് ഫെർട്ടൈൽ ആയിട്ടുള്ള പുതിയ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ അല്ലേ. ടൈഗറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ബേർഡ്സ് ഏത് സ്പീഷീസിൻ്റെ കേസിലാണ് ഏതൊരു സ്പീഷീസിൻ്റെ കേസിലും അങ്ങനെയാണ് അല്ലേ. അങ്ങനെയുള്ള അതായത് ബ്രീഡിങ് വഴി മീറ്റിംഗ് വഴി പുതിയ ഓർഗാനിസത്തിനെ ജനിപ്പിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്താ പറയുക സ്പീഷീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെൺസിംഹം ഒരു ആൺകടുവയും കൂടെ മീറ്റ് ചെയ്താൽ ഒരിക്കലും ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ് അവിടെ ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവില്ല, ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മീറ്റിംഗ് വഴി എന്താണ് പുതിയ ഓർഗാനിസത്തിന് ജന്മം കൊടുക്കാൻ പറ്റുന്ന ജീവികളെയാണ് നമ്മൾ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻഡമിക് സ്പീഷീസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കാര്യം പറഞ്ഞാണ്. നമ്മുടെ വൈൽഡ് ലൈഫ്, നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഓക്കെ, ദെൻ നമ്മുടെ സൂവും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും. എന്താണ്? സൂവും ആനിമൽസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എന്തിനു വേണ്ടിയിട്ടാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? ഒരെണ്ണം ഇൻസിറ്റീവ് കൺസർവേഷനും ഒരെണ്ണം എക്സിറ്റീവ് കൺസർവേഷനുമാണ്. ഓക്കെ, സൂ എന്ന് പറയുന്നത് എക്സിറ്റീവ് കൺസർവേഷനാണ്, അതായത് ജീവികളെ, ഓക്കെ, മൃഗങ്ങളെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ്, അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂ എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ലെ ഇൻസിറ്റീവ് കൺസർവേഷനാണ്, മൃഗങ്ങളെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ കേജസിലായിരിക്കും. സൂവിൽ എന്താണ് ആനിമൽസിനെ കേജസിലായിരിക്കും. നിങ്ങൾ കണ്ടോ കേജസിൽ അവരുടെ ഔട്ട്സൈഡ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്, അവരുടെ ഫോറസ്റ്റ് ആണല്ലേ, ഫോറസ്റ്റ് ആണ് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അവിടുന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മൾ കേജസിൽ കൊണ്ടിടുകയാണ് സൂവിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഫോറസ്റ്റിൽ വെച്ച് തന്നെ എന്താണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ ഫോറസ്റ്റിൽ വെച്ച് തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ദെൻ നാഷണൽ പാർക്ക് നമ്മൾ കണ്ടതാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രോജക്റ്റ് ടൈഗർ. ഓക്കെ, പ്രോജക്റ്റ് ടൈഗർ എന്താണെന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം തീർന്നു, കുറച്ച് സ്ലൈഡും കൂടി ഉള്ളൂ. അത് മിസ് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. പെട്ടെന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ആരും പോകരുത്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിട്ടേ നമ്മൾ പോവും. ഓക്കെ,
പ്രോജക്റ്റ് ടൈഗർ എന്താണ്? പ്രോജക്റ്റ് ടൈഗർ വാസ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ടൈഗർ ഇൻ ദ കൺട്രി. ഓക്കെ, നമ്മുടെ കൺട്രിയിലുള്ള ഒരു ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിച്ചിട്ട് പറയാം. നമ്മുടെ കൺട്രിയിലുള്ള ടൈഗേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടായിരുന്നു. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. റെഡ് ഡേറ്റ ബുക്കിലൊക്കെ നമ്മൾ ടൈഗർ ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നിലവിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ്, ഒരു പ്രോഗ്രാമാണ് എന്ത്? പ്രോജക്റ്റ് ടൈഗർ. ചോദിക്കാം, പ്രോജക്റ്റ് ടൈഗർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊട്ടക്റ്റിംഗ് ടൈഗേഴ്സ് അല്ലേ. നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ കടുവകളെ അല്ലേ, ടൈഗേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? പ്രോജക്റ്റ് ടൈഗർ. എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താണെന്ന് പറഞ്ഞതാണ്. പിന്നെ എക്കോസിസ്റ്റം. എന്താണ് ഒരു എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ആൻ എക്കോസിസ്റ്റം ഈസ് മേഡ് അപ്പ് ഓഫ് ഓൾ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ആൻ ഏരിയ along with non-living components such as climate, soil and deltas. ഓക്കെ, എന്താണ് ഒരു എക്കോസിസ്റ്റം? എന്താണ് എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഏരിയയിലുള്ള അവിടുത്തെ കംപ്ലീറ്റ് ലീവിങ് ആൻഡ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് ഓൾ ടുഗദർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? എക്കോസിസ്റ്റം. ഒരു സ്ഥലത്തെ ജീവനുള്ളതും ജീവനില്ലാത്തതും. ജീവനുള്ളത് എന്തൊക്കെയാണ്? പ്ലാന്റ്സിന് ജീവനുണ്ടല്ലേ, ആനിമൽസിന് ജീവനുണ്ട്, അവിടെയുള്ള സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ എന്തുണ്ട്? ജീവനുണ്ട്. ഓക്കെ, ജീവനുണ്ട്. അവരും അതുപോലെ തന്നെ ജീവനില്ലാത്ത എന്ന് പറയുമ്പം വെള്ളം, വാട്ടറിന് ജീവനുണ്ടോ? വാട്ടറിന് ജീവനില്ല. പിന്നെ എന്താണ്? സോയിലിന് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ കംപ്ലീറ്റ് ഒരു ഏരിയയിലുള്ള സംഭവങ്ങൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് പറയുന്നതാണ് എന്ത്? ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. റെഡ് ഡേറ്റ ബുക്കിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. റെഡ് ഡേറ്റ ബുക്കിനെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? IUCN ആണ്. ഓക്കെ, IUCN ആണ് റെഡ് ഡേറ്റ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ റീഫോറസ്റ്റേഷൻ. എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ? വനനശീകരണം അല്ലേ. മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ ബ്രില്യൻറ്റിൽ എക്സാം ഉണ്ട് കേട്ടോ, മോക്ക് എക്സാം ഉണ്ട് നിങ്ങൾക്ക്. November 9 നിങ്ങളുടെ ഒറിജിനൽ NMMS നടക്കുന്നതിന് മുമ്പ് 2 മോക്ക് എക്സാംസ് ബ്രില്യൻറ്റ് പറഞ്ഞിരുന്നു അല്ലേ. അതൊന്ന് കഴിഞ്ഞ സൺഡേ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? എക്സാം നടന്നതിൻ്റെ വീഡിയോ ഒക്കെ 10th ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എക്സാം, സെക്കൻഡ് മോക്ക് എക്സാം ആണ് നാളെ നടക്കുന്നത്. ഓക്കെ, ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഓഫ്ലൈൻ സെൻറ്ററിലും മോക്ക് എക്സാം ഉണ്ട് കേട്ടോ. ദെൻ റീഫോറസ്റ്റേഷൻ എന്താണ്? ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രീസിനെയൊക്കെ കട്ട് ചെയ്ത് കളയല്ലേ, വനമൊക്കെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീഫോറസ്റ്റേഷൻ എന്തായിരിക്കും? ഒരു ഫോറസ്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അല്ലേ, ഫോറസ്റ്റിനെ ഉണ്ടാക്കുകയാണ്, ഒരു വനത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. അതാണ് റീഫോറസ്റ്റേഷൻ. എങ്ങനെയാണ് നമ്മൾ പുതിയ ചെടിയും പ്ലാന്റ്സ് ഒക്കെ കുഴിച്ച്? കോട്ടയത്ത് മാത്രമല്ല കേട്ടോ, എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും കാണാം. നിങ്ങളുടെ അടുത്തുള്ള ഓഫ്ലൈൻ സെൻറ്ററുകളിലൊക്കെ, കോട്ടയത്ത് മാത്രമല്ല കംപ്ലീറ്റ് കേരളത്തിലുള്ള ബ്രില്യൻറ്റിൻ്റെ എല്ലാ സെൻറ്ററുകളിലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സാം എഴുതാം. November 9 അല്ലേ, നമ്മുടെ എക്സാം മാറ്റിയിരിക്കുന്നത് December 9 ആദ്യം November 16 ആയിരുന്നു. അത് December 9 മാറ്റിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ബ്രില്യൻറ്റിൽ നിങ്ങൾക്കൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ, NMMS എക്സാം എഴുതി ഓഫ്ലൈനായിട്ട് OMR ഷീറ്റയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് തരികയാണ്. ഓക്കെ, ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ആണ്, ഒരു പൈസ പോലും ചിലവില്ല. ഓക്കെ, ഓൺലൈനായിട്ട് പറ്റില്ല, കാരണം നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്നത് ഓഫ്ലൈനായിട്ട് OMR ഷീറ്റയിൽ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രാക്ടീസ് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണ്ട. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി എക്സാം എങ്ങനെയാണോ NMMS എഴുതാൻ പോകുന്നത് അതുപോലെ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ വരിക. ഓക്കെ, റീഫോറസ്റ്റേഷൻ എന്താണ്? നമ്മൾ റീസ്റ്റോർ ചെയ്യാണ്, ഫോറസ്റ്റിനെ റീസ്റ്റോർ ചെയ്യാണ്. പുതിയ പ്ലാന്റ്സ് ഒക്കെ
പുതിയ പ്ലാന്റ്സ് ഒക്കെ എന്താണ് നട്ട് റീസ്റ്റോർ ചെയ്യുന്നതിനെയാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സംഭവമാണ് കേട്ടോ, ലാസ്റ്റ് സംഭവമാണ്. ഇത് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, ലാസ്റ്റാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു റൂൾ ആൻഡ് റെഗുലേഷൻ ആണ്. ഓക്കെ, ദിസ് ആക്ട് ഈസ് എയിംഡ് അറ്റ് ദ പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് natural forest and meeting the basic needs for people living in or near the forest. ഓക്കെ, നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇയർ ഓർത്ത് വയ്ക്കുക 1980. ഓക്കെ, ഇയർ ഓർത്ത് വയ്ക്കുക 1980 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ തിയറി പോർഷൻസും മിസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചാടി ആൻസേഴ്സൊക്കെ പറയാം. ഓക്കെ, പെട്ടെന്ന് പറയുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇത് പെട്ടെന്ന് പറയുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് ചാടി പറയാം. അപ്പോൾ മിസ് 2-3 തവണ പറഞ്ഞു, ഒന്നും കൂടി പറയാണ്. ലേറ്റായിട്ട് എന്താണ് വന്നിട്ടുള്ള ആരെങ്കിലും പറയുകയാണ്, ഇപ്പം മിസ് എടുക്കുന്ന ഈ ക്ലാസ്സിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ. QR കോഡ് സ്കാൻ ചെയ്താൽ ഫ്രീ ആയിട്ട് നോട്ടും സംഭവമൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെയിം ആൻഡ് ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പേര്. കുറച്ച് സംഘടനയുടെ പേര് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്താണ്, SPCAB, ഓപ്ഷൻ ബി IBWL, ഓപ്ഷൻ സി IUCN, ഓപ്ഷൻ ഡി PEATA. ഇത് ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ, അറിയാമോ? 2 എണ്ണം നിങ്ങൾ കേട്ടല്ലേ, 2 എണ്ണത്തിൻ്റെ കാര്യം മിസ് പറഞ്ഞു അല്ലേ. IBWLൻ്റെ കാര്യവും IUCNൻ്റെ കാര്യവും മിസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ 2-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇനി അത് ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. IBWL കറക്റ്റാണ്, IBWL ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി IBWL ആണ് ആൻസർ വരിക. ബി രശ്മി. ഓക്കെ, ബി ആണ് IBWL. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബുക്ക് ദാറ്റ് ലിസ്റ്റ് all wild animals and plants that may be in danger of extinction. എന്താണ്, വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും പട്ടികപ്പെടുത്തുന്ന പുസ്തകമാണ്. ഏതാണ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റെഡ് ഡേറ്റ ബുക്ക്, ഓപ്ഷൻ ബി യെല്ലോ ബുക്ക്, ഓപ്ഷൻ സി ഹോർത്തസ് മലബാറിക്കസ് ആൻഡ് ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. നിങ്ങൾക്ക് അറിയാലോ, റെഡ് ഡേറ്റ ബുക്ക് പാർവതി രാജേഷ് ആണ് ആദ്യം പറഞ്ഞത്, ബിയ മേരി സെക്കൻഡ്. ഓക്കെ, റെഡ് ഡേറ്റ ബുക്കാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഏതാണ്, നമ്മുടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ ലിസ്റ്റ് ഉള്ളത് ഏതാണ്? റെഡ് ഡേറ്റ ബുക്കാണ്. ഓക്കെ, റെഡ് ഡേറ്റ ബുക്കാണ് ആൻസർ വരിക. റെഡ് ഡേറ്റ ബുക്കാണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് which are threatened with extinction and which are important from the point of view of economic importance as well as of medical importance can be conserved by the technique of. എന്താ പറഞ്ഞിരിക്കുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന അല്ലേ, വംശനാശം. അവിടെ എന്താണ്, എക്സ്റ്റിങ്ഷൻ ഉണ്ട്, വംശനാശ ഭീഷണിയുണ്ട്, അതുപോലെ തന്നെ എന്താണ്, അവർ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവിടെ എക്സ്റ്റിങ്ഷന് ചാൻസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ദേ ആർ എക്കണോമിക്കലി വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, സാമ്പത്തിക പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വൈദ്യശാസ്ത്രപരമായ പ്രാധാന്യങ്ങളും ഉണ്ട്. ഓക്കെ, ഉണ്ട്. മൃഗങ്ങളും സംരക്ഷിക്കും, ഇങ്ങനെയുള്ള ഒരു ഏരിയ, ഇങ്ങനെയുള്ള ഓർഗാനിസത്തെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ജീൻ ബാങ്ക്. ഓക്കെ, ജീൻ ബാങ്ക്. എല്ലാവരും ആൻസർ പറഞ്ഞു, ജീൻ ബാങ്ക് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ജീൻ ബാങ്ക് ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ജീൻ ബാങ്ക് ആണ് ആൻസർ വരിക. The region where the numbers of endemic species
the region where the number of endemic species are large and where the threats of ecological destruction exist are known as. എന്താണ് ഒരു റീജിയൻ, ആ റീജിയനിൽ എന്താണ് എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസ് എന്ന് വെച്ചാൽ ആ റീജിയനിൽ മാത്രം കാണുന്ന ഓർഗാനിസംസ്. ഓക്കെ, സ്പീഷീസ്. എൻഡമിക് സ്പീഷീസിൻ്റെ നമ്പർ കൂടുതലാണ്. അതുപോലെ തന്നെ അവരെന്താണ് എക്കോളജിക്കലി ഡിസ്ട്രക്റ്റഡ് അല്ലേ, അവരുടെ എന്താണ് ഹാംഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ് കുറേ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നേരിടുന്നവരാണ്. ഓക്കെ, പ്രാദേശിക സ്പീഷീസുകളുടെ എണ്ണം കൂടുതലുള്ള പ്രദേശം, അതിനൊപ്പം പാരിസ്ഥിതിക നാശത്തിന് ഭീഷണികളും നിലവിലുണ്ട്. അവയെ അങ്ങനെയുള്ള ഒരു ഏരിയനൊക്കെ എൻഡമിക് സ്പീഷീസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്കോളജിക്കൽ ഡിസ്ട്രക്ഷനും ഫേസ് ചെയ്യുന്ന ഒരു റീജിയൻ. ആ ഒരു റീജിയനെ എന്താ പറയുക, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ്. ബി ആണ് ആൻസർ വരിക, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ്. ഡാഷ് പബ്ലിഷ് ദ റെഡ് ഡാറ്റ ബുക്ക്. ആരാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ആരാണ്? ഓപ്ഷൻ എ IUCN, ഓപ്ഷൻ ബി SPCA, ഓപ്ഷൻ സി WWF ആൻഡ് ഓപ്ഷൻ ഡി IBWL. ആരാണ് റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ പേരെന്താണ്? IUCN. ഓക്കെ, IUCN ആണ് കറക്റ്റാണ്. ഓപ്ഷൻ എ IUCN ആണ് ആൻസർ. ഓപ്ഷൻ എ IUCN ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ IUCN ഈസ് ബേസ്ഡ് ഇൻ. എവിടെയാണ് IUCN എവിടെയാണുള്ളത്? ന്യൂയോർക്ക്. ഓപ്ഷൻ എ IUCN. IUCNൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, IUCN ഈസ് ബേസ്ഡ് ഇൻ ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. IUCN കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെ IUCN ഈസ് ബേസ്ഡ് ഇൻ. IUCN എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. സയന ദേവ്, സ്വിറ്റ്സർലൻഡ്. ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ IUCNൻ്റെ ആസ്ഥാനം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ പ്രോജക്റ്റ് ടൈഗർ സ്റ്റാർട്ടഡ്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1973, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1992. പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. പ്രോജക്റ്റ് ടൈഗർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ പ്രൊട്ടക്റ്റിംഗ് അല്ലേ, നമ്മുടെ രാജ്യത്തെ കടുവകളെ, ടൈഗറിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോജക്റ്റ് ടൈഗർ. ഓപ്ഷൻ ഡി അല്ല മോനെ, ഓപ്ഷൻ ഡി അല്ല. 1973 ആണ്. ആരാണ് ആദ്യം പറഞ്ഞത്? ബിയാമേരി. ഓക്കെ, ബിയാമേരി. 1970 ആണ് ആൻസർ കേട്ടോ. 1973. ഓപ്ഷൻ എ 1973 ആണ് ആൻസർ. 1973 എന്ത് പ്രോജക്റ്റ് ടൈഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973 ആണ്, 1973. അടുത്തത്, ഡാഷ് ഫോം ദ ഐഡിയ ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന ആശയം രൂപീകരിച്ചത് ആരാ? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിച്ചത് ഓപ്ഷൻ എ യുനെസ്കോ, ഓപ്ഷൻ ബി ഇന്ത്യ ഗവൺമെൻറ്, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആരാണ്? യുനെസ്കോയാണോ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ആണോ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണോ, അല്ലെങ്കിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണോ? യുനെസ്കോയാണ് കേട്ടോ, യുനെസ്കോയാണ് ഫോം ദ ഐഡിയ ഓഫ് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവന്നത് നമ്മുടെ യുനെസ്കോയാണ്. ഓപ്ഷൻ എ യുനെസ്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ നാഷണൽ പാർക്ക് ദാറ്റ് കൺസർവ് റൈനോസറസ്. കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ എ കോർബൈറ്റ്, ഓപ്ഷൻ ബി ഇരവികുളം, ഓപ്ഷൻ സി കാസിരംഗ, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഏതാണ് ആൻസർ? ഏതാണ് കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം? ഏതാണ്? കോർബൈറ്റ്. ഓപ്ഷൻ ബി ഇരവികുളം, ഓപ്ഷൻ സി കാസിരംഗ, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. എവിടെയാണ്? കാസിരംഗ. കറക്റ്റാണ്, കാസിരംഗയാണ് കേട്ടോ. കാസിരംഗ. ഓപ്ഷൻ സി കാസിരംഗയാണ് കറക്റ്റ് ആൻസർ. കാസിരംഗ. ഓക്കെ, അടുത്തത്, ഡാഷ് ആർ റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയർ. എന്താണ് നമ്മുടെ ബയോസ്ഫിയറിൻ്റെ പകർപ്പുകൾ? എങ്ങനെയാണ് നമ്മൾ പറയാ? ഡാഷ് ആർ
ഡാഷ് ആർ റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിൻ്റെ പകർപ്പുകളെ നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ ഓക്കെ, ഓപ്ഷൻ എ നാഷണൽ പാർക്ക്, ഓപ്ഷൻ ബി ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓപ്ഷൻ സി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ഓപ്ഷൻ ഡി ബയോസ്ഫിയർ റിസർവ്. എങ്ങനെയാ പറയാ? റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയർ. എന്താണ് റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയർ? എന്താണ്? അനക്കൊന്നും ഇല്ലല്ലോ. ആരോ അമൽ ടോമി ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്, ബയോസ്ഫിയർ റിസർവ് ആണ് കേട്ടോ. ബയോസ്ഫിയർ റിസർവ് ഓപ്ഷൻ ഡി. ഓക്കെ, കറക്റ്റ് ആണ്. ബയോസ്ഫിയർ റെപ്ലിക്കാസ് ഓഫ് ബയോസ്ഫിയറിനെ നമ്മൾ ബയോസ്ഫിയർ റിസർവ്സ്. ഓക്കെ, അതായത് ബയോസ്ഫിയർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബയോസ്ഫിയറിനെ പറയുന്നതാണ് ബയോസ്ഫിയർ റിസർവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റീവ് കൺസർവേഷൻ ഈസ്. എക്സിറ്റീവ് കൺസർവേഷൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എക്സിറ്റീവ് കൺസർവേഷൻ? ഇതിൽ ഏതാണ് എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾ? എക്സിറ്റീവ് സംരക്ഷണത്തിനുള്ള ഒരു ഉദാഹരണം. ഓപ്ഷൻ എ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ ബി സുവോളജിക്കൽ ഗാർഡൻ, ഓപ്ഷൻ സി നാഷണൽ പാർക്ക്, ഓപ്ഷൻ ഡി ബയോസ്ഫിയർ റിസർവ്. ഏതാണ് ആൻസർ വരിക? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ, സുവോളജിക്കൽ ഗാർഡൻ ആണോ, നാഷണൽ പാർക്ക് ആണോ, ബയോസ്ഫിയർ റിസർവ് ആണോ? എന്താ ബയോസ്ഫിയർ റിസർവ്? സൈനാദേവ് കറക്റ്റ് ആണ്. ബയോസ്ഫിയർ റിസർവ് അല്ലല്ലോ, എക്സിറ്റീവ് കൺസർവേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. എക്സിറ്റീവ് വരുന്നത് ബയോസ്ഫിയർ റിസർവ് അല്ലല്ലോ, സുവോളജിക്കൽ ഗാർഡൻ. കറക്റ്റ് ആണ് കേട്ടോ. സുവോളജിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റീവ് കൺസർവേഷന് എക്സാമ്പിൾ. അതങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇൻസിറ്റ്യൂവിൽ വരുന്നത് ഏതൊക്കെയാണ്, എക്സിറ്റ്യൂവിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ ത്രെറ്റൻഡ് സ്പീഷീസ്? ഓക്കെ, ഇനി പറയുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണെന്ന് ഒന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ എ റൈനോസറസ്, ഓപ്ഷൻ ബി ബാലി ടൈഗർ, ഓപ്ഷൻ സി ലയൺ ടെയിൽഡ് മക്കാക്യു, ഓപ്ഷൻ ഡി സിവറ്റ് ക്യാറ്റ്. ഇനി പറയുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ത്രെറ്റൻഡ് സ്പീഷീസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കാണ്ടാമൃഗം, ഓപ്ഷൻ ബി ബാലി കടുവ, ഓപ്ഷൻ സി സിംഹവാലൻ കുരങ്ങ്, ഓപ്ഷൻ ഡി സിവറ്റ് ക്യാറ്റ്. ബാലി ടൈഗർ അല്ല, ത്രെറ്റൻഡ് എന്നാണ്. നിങ്ങൾ ആ ഒരു പേര് നോക്കുക കേട്ടോ. എൻഡേഞ്ചർ, എക്സ്റ്റിങ്ഷൻ, അതിന് ഓരോ വേർഡിനും ആ കറക്റ്റായിട്ടുള്ള ഇതുണ്ട്. ഓക്കെ, ത്രെറ്റൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രെറ്റൻഡ് സ്പീഷീസിന് ഏതാ എക്സാമ്പിൾ? നിഷ സജി, ലയൺ ടെയിൽഡ് മക്കാക്യു. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ലയൺ ടെയിൽഡ് മക്കാക്യു അല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങാണ് ത്രെറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിന് എക്സാമ്പിൾ. ഓക്കെ, സിംഹവാലൻ കുരങ്ങാണ്. അത് ഓരോ വേർഡും നിങ്ങൾ എല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ എൻഡേഞ്ചർ, എക്സ്റ്റിങ്ക്റ്റ്, ത്രെറ്റൻഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം സിമിലർ മീനിങ് ആണല്ലോ എന്ന് വിചാരിക്കും. അല്ല, ഓരോ ടേമിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് കേട്ടോ. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മീനിങ് ആണ്, എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് വേറെയാണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് വേറെയാണ്, വൾണറബിൾ സ്പീഷീസ് വേറെയാണ്, അതുപോലെ തന്നെ ത്രെറ്റൻഡ് സ്പീഷീസും വേറെയാണ്. ഓക്കെ, ദെൻ അടുത്തത്, ആൻ എക്സാമ്പിൾ ഫോർ ഇൻസിറ്റ്യൂ കൺസർവേഷൻ. നമ്മൾ എക്സിറ്റ്യൂ കൺസർവേഷൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻസിറ്റ്യൂ കൺസർവേഷന് എക്സാമ്പിളാണ്. ഓപ്ഷൻ ഇൻസിറ്റ്യൂ സംരക്ഷണത്തിനുള്ള ഒരു ഉദാഹരണം. ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓപ്ഷൻ ബി സുവോളജിക്കൽ ഗാർഡൻ, ഓപ്ഷൻ സി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഓപ്ഷൻ ഡി ജീൻ ബാങ്ക്. ഏതാണ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻസിറ്റ്യൂ കൺസർവേഷൻ? ഏതാണ് ഇതിലേതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ? ഓപ്ഷൻ സി ദീപ ഷാജി. കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ് എന്തിന് എക്സാമ്പിൾ? ഇൻസിറ്റ്യൂ കൺസർവേഷന് എക്സാമ്പിൾ. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ഇൻസിറ്റ്യൂവിന് എക്സാമ്പിൾ. ബാക്കിയെല്ലാം എന്താണ്? എക്സിറ്റ്യൂ കൺസർവേഷൻ ആണ്. ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡന്, സുവോളജിക്കൽ ഗാർഡന്, ജീൻ ബാങ്ക് ഒക്കെ എന്താണ്? എക്സിറ്റ്യൂ കൺസർവേഷൻ ആണ്. ദെൻ അടുത്തത്, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ. ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറ. ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് എന്നാണെന്ന് പറ. അന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് എന്താ ചെടിയൊക്കെ കിട്ടും അല്ലേ? എന്നാണെന്നൊന്ന് പറഞ്ഞേ, ആ ഡേറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞേ. കോട്ടയത്ത് ഏത് സ്കൂളിലല്ല വരേണ്ടത്, കോട്ടയത്ത് മുത്തോലിയിൽ ബ്രില്യൻറ്റിലാണ് വരേണ്ടത് കേട്ടോ. ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിലാണ് വരേണ്ടത്, സ്കൂളിലല്ല. കോട്ടയത്ത് മുത്തോലിയിൽ, പാലാ മുത്തോലിയിൽ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ മോക്ക് എക്സാം എഴുതാൻ വരേണ്ടത്. ജൂൺ 5 സൈനാദേവ്. ഓക്കെ, കറക്റ്റാണ്, ജൂൺ 5-നാണ് അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജൂൺ 5-നാണ്. അന്ന് നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ എന്ത് കിട്ടും? ചെടികൾ കിട്ടും അല്ലേ? ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിപ്കോ മൂവ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത്. ചിപ്കോ പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഓപ്ഷൻ എ ഫോറസ്റ്റ് കൺസർവേഷൻ, ഓപ്ഷൻ ബി കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഓപ്ഷൻ സി ടൈഗർ പ്രോജക്റ്റ്, ഓപ്ഷൻ ഡി കൺസർവേഷൻ ഓഫ് എനർജി. ഓപ്ഷൻ എ വനസംരക്ഷണം, ഓപ്ഷൻ ബി പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ഓപ്ഷൻ സി കടുവാ പദ്ധതി, അതായത് പ്രോജക്റ്റ് ടൈഗർ. ഓക്കെ, ടൈഗർ പ്രോജക്റ്റ്. ദെൻ ഓപ്ഷൻ ഡി ഊർജ്ജ സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി. ഏതാണ്? ചിപ്കോ മൂവ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിപ്കോ മൂവ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് കൺസർവേഷൻ. ഓക്കെ, വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്ത്? ചിപ്കോ മൂവ്മെൻറ്റ്. കുറേ പേരൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ചിപ്കോ മൂവ്മെൻറ്റ് ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് റിലേറ്റഡ് ടു ചിപ്കോ മൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൽ ചിപ്കോ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവരിൽ ആരാണെന്ന്? ഓക്കെ, ഓപ്ഷൻ എ മേധ പട്കർ, ഓപ്ഷൻ ബി വന്ദന ശിവ, ഓപ്ഷൻ സി സുന്ദർലാൽ ബഹുഗുണ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ചിപ്കോ പ്രസ്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? ആരാണ് 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 സുന്ദർലാൽ ബഹുഗുണയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക കേട്ടോ. സുന്ദർലാൽ ബഹുഗുണയാണ് ഈസ് റിലേറ്റഡ് ടു ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ടൈം ഓഫ് എക്സാം പ്ലീസ്. ടൈം എന്ന് പറയുന്നത് 2 തൊട്ട് 5 വരെയാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത്. അതിന് മുമ്പ് 10 മണിക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. NMMSന് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ രാവിലെ 10 തൊട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ആണ് എക്സാം വരിക 2 തൊട്ട് 5 വരെ. ദെൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രേറ്റ് നിക്കോബാർ, ഓപ്ഷൻ ബി നന്ദാദേവി, ഓപ്ഷൻ സി നീൽഗിരി, ഓപ്ഷൻ ഡി സുന്ദർബൻസ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? ഗ്രേറ്റ് നിക്കോബാർ, നന്ദാദേവി, നീലഗിരി, സുന്ദർബൻസ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? ഏതാണ്? ഓപ്ഷൻ സി അമൽ ടോമി. സി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി നീലഗിരിയാണ് കേട്ടോ. അമൽ ടോമി ആദ്യം പറഞ്ഞു നീലഗിരിയാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആനിമൽ ഈസ് കൺസേർവ്ഡ് ഇൻ കാസിരംഗ നാഷണൽ പാർക്ക്? കാസിരംഗ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു അല്ലേ? ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുന്ന ആനിമൽ ഏതാണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഓപ്ഷൻ എ ടൈഗർ, ഓപ്ഷൻ ബി എലഫന്റ്, ഓപ്ഷൻ സി മസ്ക് ഡിയർ, ഓപ്ഷൻ ഡി റൈനോസറസ്. എ കടുവ, ബി ആന, സി കസ്തൂരിമാൻ, ഡി കാണ്ടാമൃഗം. ആരാണ്? ഡി റൈനോസറസ്. കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി റൈനോസറസ് ആണ് ആൻസർ. അടുത്തത്. ദ കൺസർവേഷൻ സെൻറ്റർ ഓഫ് ലയൺ. സിംഹത്തിൻ്റെ ഒരു സംരക്ഷണ കേന്ദ്രം. ഏതിലാണ് സിംഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ലയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ കൺസർവേഷൻ സെൻറ്റർ ഓഫ് ലയൺ. ഓപ്ഷൻ എ കോർബറ്റ് നാഷണൽ പാർക്ക്, ഓപ്ഷൻ ബി വെസ്റ്റേൺ ഗട്ട്സ്, ഓപ്ഷൻ സി ഗിർ ഫോറസ്റ്റ്, ഓപ്ഷൻ ഡി കാസിരംഗ നാഷണൽ പാർക്ക്. എവിടെയാണ്? ഓപ്ഷൻ എ കോർബറ്റ് നാഷണൽ പാർക്ക്, ബി പശ്ചിമഘട്ടം, സി ഗിർവനം, ഡി കാസിരംഗ നാഷണൽ പാർക്ക്. എവിടെയാണ് ലയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഡി അല്ലല്ലോ സി ആണ് കേട്ടോ. ഗിർ ഫോറസ്റ്റ് ആണ് ലയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, കാസിരംഗ റൈനോസേഴ്സിൻ്റെ അല്ലേ കാണ്ടാമൃഗം? റൈനോസേഴ്സിൻ്റെ ആണ്. സി ആണ് ആൻസർ. ഓക്കെ, സി ആണ്. ഗിർ ഫോറസ്റ്റിലാണ് ലയണിനെ കൺസേർവ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്തത്. സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ. സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ മണ്ണ് ഒലിച്ചു പോകുന്നതിനാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് സോയിൽ ഇറോഷന് കാരണമാകുന്നത് അല്ലെങ്കിൽ മണ്ണൊലിപ്പിന് കാരണമാകുന്നത് എന്തൊക്കെ? ഫസ്റ്റ് എ എന്താണ്? എ ഡീഫോറസ്റ്റേഷൻ, ബി ഓവർ ഗ്രേസിംഗ്, സി ഇംപ്രോപ്പർ കൾട്ടിവേഷൻ മെത്തേഡ്സ്, ഡി ഓൾ ഓഫ് ദി എബോവ്. എന്താണ്? എ വനനശീകരണം, ബി അമിതമായ മേച്ചിൽ, അതാണ് ഓവർ ഗ്രേസിംഗ്, ദെൻ സി തെറ്റായ കൃഷിരീതികൾ ഇംപ്രോപ്പർ കൾട്ടിവേഷൻ മെത്തേഡ്സ്, ഡി മുകളിൽ പറഞ്ഞവയല്ല. ഇവയെല്ലാം സോയിൽ ഇറോഷന് കാരണമാകുന്നെന്ന്. ഓപ്ഷൻ ഡി കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബോവ്. ഇതെല്ലാം എന്താണ്? സോയിൽ ഇറോഷന് കാരണം. ഡീഫോറസ്റ്റേഷനും ഓവർ ഗ്രേസിങ്ങും ഇംപ്രോപ്പർ കൾട്ടിവേഷൻ മെത്തേഡ്സും ഒക്കെ എന്തിന് കാരണമാകും? സോയിൽ ഇറോഷന് കാരണമാകും. അടുത്തത്. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ?
ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക കേട്ടോ. ഈ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ്? വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ? ഏതാണ് ഓപ്ഷൻസ്? ഏതൊക്കെയുണ്ട്? മെയ് 22 ഉണ്ട്, ബി ജൂൺ 5 ഉണ്ട്, സി ഏപ്രിൽ 22, ദെൻ ഡി മാർച്ച് 22. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏതാണ്? എ മെയ് 22, ബി ജൂൺ 5, ദെൻ സി ഏപ്രിൽ 22, ഡി മാർച്ച് 22. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിനകത്തുനിന്ന് വരാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ മിസ് പറഞ്ഞു, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ പറയുക. ദെൻ ഓക്കെ, നിങ്ങൾ കമൻറ്റ് ഇടുക. ദെൻ ഇനി എന്താണ്? അതുപോലെ തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, വേറെ NMMSന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താണ് ഇതിൻ്റെ ലിങ്ക്, ലൈവിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, ബയോളജി ക്ലാസ് വരുമ്പോൾ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.